അടിയന്തരമായി ഇതുമായി ബന്ധപ്പെട്ടുള്ള സമഗ്രമായ അന്വേഷണം ആവശ്യമാണ്. IC ബാലകൃഷ്ണൻ MLA തൽസ്ഥാനത്ത് നിന്ന് രാജിവെക്കാൻ വേണ്ടി തയ്യാറാകേണ്ടതായിട്ടുണ്ട്. നാളെ ഞാൻ രാവിലെ SP പുറത്തു വന്ന രേഖകളുമായി ബന്ധപ്പെട്ട് ഞാൻ പരാതി നൽകുമെന്ന് പറഞ്ഞില്ലേ. പീറ്ററുമായിട്ട് യാതൊരു ബന്ധം എന്നെ സംബന്ധിച്ചില്ല. ഇതുവരെ ഞാൻ കണ്ടിട്ടുമില്ല, എൻ്റെ അടുത്ത് വന്നിട്ടുമില്ല. നമസ്കാരം. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച വയനാട് സുൽത്താൻ ബത്തേരിയിൽ ഒരച്ഛനും മകനും ഒരേ ദിവസം മരിച്ചു. ആത്മഹത്യയായിരുന്നു എന്ന് പിന്നീട് തിരിച്ചറിഞ്ഞു. മരിച്ചത് DCC ട്രഷററായിരുന്ന 78-കാരൻ NM വിജയനും 38-കാരനായ മകൻ ജിജേഷുമാണ്. വയനാടിന്റെ രാഷ്ട്രീയ ഭൂമികയിൽ സജീവമായിരുന്ന വ്യക്തി മകനോടൊപ്പം എന്തിന് ആത്മഹത്യ ചെയ്യണമെന്ന ചോദ്യമാണ് സർവരുടെയും മനസ്സിലുയർന്നത്. ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് പലയിടത്തു നിന്നായി ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത്. കോൺഗ്രസ് ഭരിക്കുന്ന ബാങ്കുകളിലേക്കുള്ള നിയമനത്തിനായി ശ്രീ വിജയൻ ഇടനിലക്കാരനായി പണം വാങ്ങിയിരുന്നു എന്നും അത് തിരിച്ചു കൊടുക്കാനാവാത്തതിൽ മനം നൊന്താണ് ജീവനൊടുക്കിയത് എന്നുമാണ് വാർത്തകൾ വന്നത്. അന്നത്തെ DCC പ്രസിഡന്റും MLAയുമായ IC ബാലകൃഷ്ണന് വേണ്ടിയാണ് കോഴ വാങ്ങിയതെന്ന ആരോപണവും ശക്തമാണ്. MLAയുടെ രാജിക്കായി നാളെ CPM അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് മാർച്ചും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആരോപണങ്ങൾക്ക് വ്യക്തത വേണം, മറുപടിക്കും വേണം വ്യക്തത. സ്പെഷ്യൽ എഡിഷൻ ചർച്ച ചെയ്യുന്നു. തിരിച്ചു കൊടുക്കാത്ത കോഴയും തിരിച്ചു വരാത്ത ജീവനും. ചർച്ചയിൽ പങ്കെടുക്കുന്നത് കോൺഗ്രസിൽ നിന്ന് ഷംസാദ് മരക്കാർ, CPMൽ നിന്ന് ജെയ്ക് സി തോമസ്, ഒപ്പം മാധ്യമപ്രവർത്തകൻ A സജീവൻ എന്നിവരാണ്. ആദ്യം ശ്രീ ഷംസാദ് മരക്കാറിലേക്ക് പോവുകയാണ്. NM വിജയൻ എന്ന നിങ്ങളുടെ പാർട്ടിയുടെ നേതാവിൻ്റെയും മകൻ ജിജേഷിൻ്റെയും മരണത്തിൽ ഞാനും നിങ്ങളുമടക്കം എല്ലാവരും ദുഃഖിക്കുന്നുണ്ട്. മരണശേഷം അവരെയോ അവരുടെ കുടുംബത്തെയോ മോശമാക്കാനോ കുറ്റപ്പെടുത്താനോ നമ്മൾ ഉദ്ദേശിക്കുന്നുമില്ല. ഒരിക്കലും ഇങ്ങനെയൊരു മരണം ഇരുവർക്കും ഉണ്ടാകാൻ പാടില്ലാത്തതായിരുന്നു എന്ന് നമ്മളെല്ലാം മനസ്സിലാക്കുന്നു. പക്ഷേ മരണത്തിലേക്ക് നയിച്ച കാരണങ്ങളാണ് നമ്മൾ അന്വേഷിക്കുന്നത്. കുറ്റക്കാർ ശിക്ഷിക്കപ്പെടുന്നതിനും ഇനിയൊരു മരണമോ മാനസിക വേദനയോ ആർക്കും ഉണ്ടാകാതിരിക്കുന്നതിനു വേണ്ടി കൂടിയാണ് ഇത് എന്ന് ഓർക്കുക. അതിനാൽ വളരെ സത്യസന്ധമായി താങ്കൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ആയിരിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. ചോദ്യം: നിങ്ങളുടെ DCC ട്രഷറർ NM വിജയൻ്റെയും മകൻ ജിജേഷിൻ്റെയും മരണത്തിന് പിന്നിലെ കാരണം എന്താണെന്ന് നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടോ? എങ്കിൽ അതെന്താണ്? താങ്കൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ വിജയേട്ടന്റെയും മകന്റെയും മരണം അത് എല്ലാവർക്കും വലിയ പ്രയാസം ഉണ്ടാക്കുന്നതും സങ്കടം ഉണ്ടാക്കുന്നതും കാര്യം തന്നെയാണ്. കാരണം ഈ രണ്ട് വ്യക്തികളുമായി വ്യക്തിബന്ധമുള്ള ഒരാളാണ് ഞാൻ. അദ്ദേഹത്തിന്റെ മകനെ ബത്തേരി ടൗണിൽ വെച്ച് കാണുകയും അദ്ദേഹത്തിന്റെ പ്രത്യേക സ്വഭാവം, പരിചയം, പുതുക്കൽ, സംസാരങ്ങൾ. വിജയേട്ടനാണെങ്കിൽ ഏറ്റവും മുതിർന്ന കോൺഗ്രസിന്റെ നേതാവ്, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ട്രഷററായിരിക്കുന്നു. എന്നെ പോലെ വളരെ ജൂനിയറായ ആളുകൾക്ക് പോലും അടുത്തിടപഴകാൻ കഴിയുന്നു. കഴിഞ്ഞ ഈ മാസം നടന്ന ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി യോഗത്തിൽ ട്രഷറർ എന്ന നിലയിൽ വിജയേട്ടനും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ ഞാനും ഒരുമിച്ച് പങ്കെടുക്കുകയും കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്ത ഒരാളാണ്. അദ്ദേഹത്തിന്റെ മരണം എന്ന് പറയുന്നത് ഉൾക്കൊള്ളാൻ വലിയ പ്രയാസമുണ്ട്. ആ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആക്ഷേപങ്ങൾ അല്ലെങ്കിൽ പരാതികൾ അല്ലെങ്കിൽ പ്രതിഷേധങ്ങൾ, പ്രസ്താവനകൾ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ശവസംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ വലിയ ആരോപണങ്ങളുമായി കൊണ്ട് ചില ആളുകൾ രംഗത്ത് വരികയൊക്കെ ചെയ്യുന്നുണ്ട്. ആ ആരോപണങ്ങളും ആ പ്രതിഷേധങ്ങളും ഒക്കെ സമഗ്രമായ ഒരു അന്വേഷണത്തിലൂടെ നമുക്ക് പൊതുസമൂഹത്തിന് മുമ്പിൽ തുറന്നു കാണിക്കാൻ പറ്റണം എന്നുള്ളതാണ്. അതിന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അന്ന് തന്നെ പറഞ്ഞ ഞങ്ങളുടെ നിലപാട് ഏതൊരു അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നു. സമഗ്രമായ അന്വേഷണം നടക്കണം, സത്യസന്ധമായിരിക്കണം, സുതാര്യമായിരിക്കണം. കാരണം ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ഞങ്ങളുടെ സഹപ്രവർത്തകനായിരുന്ന വിജയേട്ടന്റെ മരണത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്തുക എന്ന് പറയുന്നത് ഞങ്ങളുടെ കൂടെ ആവശ്യമാണ്. പാർട്ടി ഇന്റേണൽ തലത്തിൽ ഒരു അന്വേഷണം പാർട്ടി പ്രവർത്തകരുമായി ബന്ധപ്പെട്ടൊക്കെ ഇതിന്റെ വിവരങ്ങൾ ശേഖരിച്ച് നടത്തും. അത് നാളെ അതിന്റെ തീരുമാനങ്ങൾ ഞങ്ങൾ കൈക്കൊണ്ട് മുന്നോട്ട് പോകുമെന്നുള്ളതാണ്. പക്ഷെ പൊതു ഇടത്തിൽ വന്ന ചർച്ചകൾക്കും പൊതു ഇടത്തിൽ വന്ന ആക്ഷേപങ്ങൾക്കൊക്കെ പരിഹാരമുണ്ടാക്കാൻ കഴിയുക എന്ന് പറയുന്നത് പോലീസിന്റെ അന്വേഷണം തന്നെയാണ്. പോലീസ് ഇപ്പോൾ DYSPയുടെ നേതൃത്വത്തിൽ ഒരു അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിരിക്കുന്നു. അവരന്വേഷണം ഏറ്റെടുക്കുന്നു എന്ന് പറയുന്നു. ഇപ്പൊ നിലവിൽ നമുക്ക് ഉള്ളൊരു വിവരം എന്ന് പറയുന്നത് 2 പേരുടെ മരണവുമായി ബന്ധപ്പെട്ട് അസ്വാഭാവിക മരണത്തിനുള്ള കേസും അതിന്റെ അന്വേഷണങ്ങളുമാണ്. ആ അന്വേഷണങ്ങൾ നടക്കണം. ആ അന്വേഷണങ്ങൾ പൂർണ്ണമായ വിവരങ്ങൾ പുറത്തു കൊണ്ടുവരണം. കാരണം
70-78 വർഷം അദ്ദേഹം ഇവിടെ ജീവിക്കുകയും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുകയും ഗ്രാമപഞ്ചായത്ത് മെമ്പർ മുതൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, പഞ്ചായത്ത് പ്രസിഡന്റ് അങ്ങനെ തുടങ്ങിയ പദവികളൊക്കെ ഇരുന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ ക്ലിയർ ആണ്. സമഗ്രമായ ഒരു അന്വേഷണത്തിലൂടെ മാത്രമേ യഥാർത്ഥ കാരണം കണ്ടെത്താൻ കഴിയുകയുള്ളൂ. അതിൽ ഒരു തർക്കവുമില്ല. പക്ഷേ താങ്കൾ തന്നെ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസിൻ്റെ വളരെ സജീവമായ പ്രവർത്തകനായിരുന്നു അദ്ദേഹം. നിങ്ങളോടൊക്കെ അടുത്ത് ഇടപഴകി പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് തൻ്റെ മകനോടൊപ്പം ജീവനൊടുക്കേണ്ടി വന്ന ഒരവസ്ഥ ഇപ്പോഴുണ്ടായിരിക്കുന്നു. ഇങ്ങനെ ഒരു കാര്യവും താങ്കളുമായി ഷെയർ ചെയ്തിട്ടില്ലേ? അല്ലെങ്കിൽ അത് മനസ്സിലാക്കുന്നതിൽ താങ്കളടക്കമുള്ളവർ പരാജയപ്പെട്ടോ? അല്ല, അതിൽ ഒരു കാര്യം ഒഫിൽ പറഞ്ഞതുപോലെ ഇത് അദ്ദേഹം ഷെയർ ചെയ്യപ്പെട്ടിട്ടില്ല. അദ്ദേഹത്തിന്റെ പ്രായവുമായൊക്കെ ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ സൗഹൃദങ്ങളിൽ അദ്ദേഹം ഷെയർ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നോട് അദ്ദേഹം ഇക്കാര്യങ്ങൾ ഷെയർ ചെയ്തു. പക്ഷെ ഞാൻ ഏറ്റവും നന്നായി അടപ്പം കാത്തു സൂക്ഷിക്കുന്ന ഒരാളിൽപ്പെട്ട ഒരാളായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ മകനുമായി ബന്ധപ്പെട്ടുള്ള പ്രയാസങ്ങൾ ഞങ്ങൾക്കറിയാം. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ മരണവുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രയാസങ്ങൾ അറിയാം. ഇപ്പൊ താങ്കൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു മരണം സംഭവിച്ചതിന് ശേഷം നമ്മൾ പരസ്പരം പഴിചാരി വിഴുപ്പലക്കുന്നതിനേക്കാൾ ഉചിതമായിരിക്കുക എന്ന് പറയുന്നത് അതിലേക്ക് പോകാതിരിക്കുക എന്നുള്ളതാണ്. ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, ഈ പറയുന്ന ആക്ഷേപങ്ങളും ഈ പറയുന്ന പ്രതിഷേധങ്ങളും പരാതികൾക്കും അപ്പുറം എന്തെല്ലാം കാര്യം വിജയേട്ടന്റെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളത് കൂടെ ഈ അന്വേഷണത്തിന്റെ ഭാഗമായി വരണം. കേവലം ഒരു പൊളിറ്റിക്കൽ സറ്റയറിലേക്ക് മാത്രം ആയിരിക്കില്ല ഇതിന്റെ മുന്നോട്ടുള്ള ചർച്ച പോകുന്നത്. അത് മുന്നോട്ട് പോകുമ്പോൾ മറ്റു ചില കാര്യങ്ങൾ കൂടെ വെളിപ്പെടും. അത് അദ്ദേഹം അനുഭവിച്ച പല പ്രയാസങ്ങളും വെളിപ്പെടും. ആ പ്രയാസങ്ങൾ കൂടി വെളിപ്പെടട്ടെ എന്നുള്ളതാണ് ഞാൻ താങ്കൾ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹത്തിന് വ്യക്തിപരമായ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടോ പാർട്ടിയുമായി ബന്ധപ്പെട്ടോ ഉള്ള പ്രശ്നമല്ല, മറ്റ് വ്യക്തിപരമായ ചില പ്രയാസങ്ങൾ ഉണ്ടായിരിക്കാം എന്നുള്ള അനുമാനമാണോ താങ്കൾ പ്രകടിപ്പിക്കുന്നത്? അദ്ദേഹത്തിന് വ്യക്തിപരമായ ചില പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അത് സ്വാഭാവികമാണ്. ഇനി താങ്കൾ പറഞ്ഞതുപോലെ പാർട്ടിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങളുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഈ പറയുന്ന ആക്ഷേപങ്ങൾ, നേരത്തെ പറഞ്ഞ ബാങ്കുകൾ, മറ്റ് കത്ത്, ഇതൊക്കെ പറഞ്ഞുള്ള ആക്ഷേപങ്ങൾ, അതിനെക്കുറിച്ച് അന്വേഷിക്കട്ടെ. ആ അന്വേഷണം നടക്കണം. പക്ഷെ എന്തായിരുന്നു റീസൺ എന്ന് പറഞ്ഞാൽ ഇതിൽ വിജയേട്ടനാണ് പാർട്ടിക്കാരൻ, വിജയേട്ടനാണ് ഞങ്ങളുടെ ട്രഷറർ, വിജയേട്ടനാണ് ഞങ്ങളുമായി ബന്ധമുള്ളത്. പക്ഷെ വിജയേട്ടൻ മരിക്കുന്നതിന് മുമ്പ് വിജയേട്ടന്റെ മകനാണ് മരിക്കുന്നത്. അതായത് ആദ്യം മരിച്ച വിജയേട്ടന്റെ മകനാണ്, രണ്ടാമതാണ് വിജയേട്ടൻ മരിക്കുക. അപ്പൊ വിജയേട്ടൻ സ്വന്തം മകനെ കൂടെ കൂട്ടി ഒരു മരണത്തിലേക്ക് പോകാൻ എടുത്തിട്ട് തീരുമാനം എന്ന് പറയുന്നത് എന്ത് തന്നെ ആയാലും അതിനകത്ത് പുറത്തു വരുന്നതിൽ കോൺഗ്രസ് പാർട്ടിക്ക് യാതൊരു തരത്തിലുമുള്ള പ്രയാസമോ പരാതിയോ പ്രതിസന്ധിയോ ഇല്ല. ഞങ്ങൾ ഇന്നലെ തന്നെ പറഞ്ഞതാണ് സമഗ്രമായ അന്വേഷണം നടത്തണം. പക്ഷെ ഞങ്ങളുടെ കണ്ടീഷൻ ഇത്രയേ ഉള്ളൂ, സത്യസന്ധമായിരിക്കണം, സുതാര്യമായിരിക്കണം. കേവലം രാഷ്ട്രീയ നാടകങ്ങൾക്ക് വേണ്ടിയുള്ള ഇടപെടലുകളായി ഇത് മാറരുത്. കാരണം കോൺഗ്രസുകാർ, പ്രത്യേകിച്ച് വയനാട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി മറുപടി പറയേണ്ട കുറെ ആരോപണങ്ങളാണ് CPM ഉന്നയിക്കുന്നത്. അതാണല്ലോ നമ്മൾ ഈ ചർച്ചയ്ക്ക് നിദാനമായതും. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഒരു കരാർ, ഒരു മുദ്രപത്രത്തിൽ എഴുതി ചേർത്ത ഒരു കരാറുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഡോക്യുമെന്റ് പുറത്തു വന്നു എന്നുള്ളതാണ്. ആ ഡോക്യുമെന്റിൽ വളരെ കൃത്യമായി പറയുന്നു 30 ലക്ഷം രൂപ ഈ ബാങ്കിൽ, ഈ 3 ബാങ്കുകളിൽ ഒന്നിൽ ആദ്യം വരുന്ന ഒഴിവിലേക്ക് നിയമനം നൽകുന്നതിനായി പീറ്റർ മാഷിൽ നിന്ന് പണം കൈപ്പറ്റി 30 ലക്ഷം രൂപ കൈപ്പറ്റിയെന്നും അത് IC ബാലകൃഷ്ണൻ വഴിയാണ് കൈപ്പറ്റിയതെന്നും IC ബാലകൃഷ്ണന് വേണ്ടിയാണ് കൈപ്പറ്റിയതെന്നും എല്ലാം പറഞ്ഞുകൊണ്ടുള്ള ഒരു മുദ്രപത്രത്തിലുള്ള ഒരു കരാർ പുറത്തു വന്നിരിക്കുന്നു. സ്വാഭാവികമായും ഇങ്ങനെ ഒരു കരാർ, ഇത് യഥാർത്ഥ ഡോക്യുമെൻ്റ് ആണെങ്കിൽ അതിന് മറുപടി പറയാൻ DCCക്ക് ഉത്തരവാദിത്തമില്ലേ? അതിന് കൃത്യമായ മറുപടി ഞാൻ ഔഫലിന് പറയാം. ഒന്ന്, ഈ പരാതിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായ മുദ്രപത്രം എന്ന് പറയുന്നത് ഇപ്പോ മീഡിയ വൺ അടക്കം എല്ലാ ചാനലുകളും അത് കൃത്യമായി സംപ്രേഷണം ചെയ്യുകയും അത് പ്രസിദ്ധപ്പെടുത്തുകയും ചെയ്തതാണ്. നിങ്ങൾ ആരെങ്കിലും ഇതിന്റെ ഒറിജിനൽ ഒരു കോപ്പി കണ്ടിട്ടുണ്ടോ എന്നുള്ളത്. ഞാൻ പിണറായി വിജയൻ മറ്റേ PSCയുടെ ചോദ്യപേപ്പർ അല്ല PSC ചോർച്ചയുമായി ബന്ധപ്പെട്ട് ഫോൺ പിടിച്ചെടുക്കാൻ സോഴ്സ് അന്വേഷിച്ചതുപോലെ അറിയുന്നതല്ല. ഞാൻ ഇതൊരു ചോദ്യം മാത്രമേ ഉള്ളൂ. നിങ്ങൾ ആരെങ്കിലും ഇതിന്റെ യഥാർത്ഥ സോഴ്സ് കണ്ടിട്ടുണ്ടോ എന്നുള്ളതാണ് ഒന്ന്. രണ്ട്, ഇതിനകത്ത് 2 പേരാണ് ഒപ്പിട്ടിരിക്കുന്നത്. ഒന്ന് മരണപ്പെട്ടു പോയ വിജയേട്ടനും ഒന്ന് പീറ്റർ എന്ന് പറയുന്ന താങ്കൾ പറഞ്ഞ വ്യക്തിയുമാണ്. ഈ പീറ്റർ എന്ന് പറയുന്ന വ്യക്തി ഇന്നും ഇവിടെയുണ്ട്. പീറ്റർ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനെ ഒരു മുദ്രപേപ്പറിൽ ഞാൻ ഒപ്പിട്ടിട്ടുണ്ട്, ഇങ്ങനെ ഒരു മുദ്രപേപ്പർ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടോ? എന്റെ അറിവിലില്ല. ഉണ്ടെങ്കിൽ പറയട്ടെ. ഇദ്ദേഹത്തെ പീറ്റർ എന്ന് പറയുന്ന വ്യക്തിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി എന്നാണ് മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായും ആ മൊഴിയിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരിക്കാനുള്ള സാധ്യതയുണ്ട്. അദ്ദേഹം ഉണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞിട്ട് സാധ്യതയുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു കരാർ ഇത് വ്യാജമായി നിർമ്മിച്ചതാണ് എന്നാണോ
താങ്കൾ പറയുന്നത്. ഈ കരാറിന്റെ ഒറിജിനൽ എന്ന് പറയുന്നത് ഈ കരാർ ഒരു മിനിറ്റ്, ഈ കരാറിൽ തന്നെ അദ്ദേഹം അതിൽ പറയുന്നുണ്ട് ഒന്നാം കക്ഷിയായ പീറ്ററിന്റെ കൈവശമാണ് ഇതിന്റെ ഒറിജിനൽ എന്ന് പ്രത്യേകം പറയുകയും ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായും അദ്ദേഹം കാണിച്ചു തന്നാൽ മാത്രമേ നമുക്കും അത് കാണാൻ സാധിക്കുകയുള്ളൂ. പോലീസിന്റെ അന്വേഷണത്തിൽ അദ്ദേഹത്തിനോടുള്ള ചോദ്യത്തിന് ഉത്തരമായും ഇങ്ങനെ ഒരു ഡോക്യുമെന്റ് ഉണ്ടെങ്കിൽ അദ്ദേഹം അത് കാണിക്കുകയും വേണം. ഈ പറയുന്ന ഡോക്യുമെന്റ് ഇപ്പോൾ നമുക്ക് ഈ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി വെച്ച് സംസാരിക്കാൻ സാധിക്കുകയുള്ളൂ. ഇങ്ങനെ ഒരു കോപ്പി വ്യാജമായി നിർമ്മിച്ചതാണ് എന്നാണോ വയനാട് കോൺഗ്രസ് പറയുന്നത്? ഞാൻ ഒന്ന് പറഞ്ഞ് പൂർത്തിയാക്കാൻ സമ്മതിക്കുക എന്നുള്ളതാണ്. ഞാൻ പറയുന്നത് ആ മുദ്രപത്രത്തിന്റെ ഒറിജിനൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നുള്ളതാണ്. മാധ്യമ പ്രവർത്തകർ ആരെങ്കിലും, ഞാനതൊരു കുറ്റപ്പെടുത്തലായി പറയുന്നല്ല, കണ്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. ഓക്കെ, കണ്ടിട്ടില്ലെങ്കിൽ പോട്ടെ. ഇനി താങ്കൾ പറഞ്ഞ മൊഴി രേഖപ്പെടുത്തൽ നടന്നു എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. കാരണം അസ്വാഭാവിക മരണത്തിനെടുത്ത കേസിൽ എങ്ങനെയാണ് പീറ്റർ കക്ഷിയാവുന്നത്? വിജയേട്ടന്റെയും മകന്റെയും അസ്വാഭാവിക മരണത്തിന്റെ അന്വേഷണത്തിന്റെ സമിതി രൂപീകരിച്ച് 1 മണിക്കൂറിനകത്ത് പീറ്ററിൽ നിന്ന് മൊഴിയെടുക്കാൻ പറ്റില്ല. കാരണം അത് കേസ് രജിസ്റ്റർ ചെയ്ത് അതിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി എത്തണമെന്നുള്ളത് അത് എത്തിയിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് വയനാട്ടിൽ നിന്നുകൊണ്ടുള്ള അറിവ്. ശരി, ഇനി എത്തിയാലും പീറ്റർ ഇത് തെളിയിക്കട്ടെ. ഇനി താങ്കൾ പറഞ്ഞതുപോലെ പീറ്ററുടെ കയ്യിലാണ് ഇത്തരത്തിലുള്ള ഒരു മുദ്രപത്രമുള്ളതെങ്കിൽ പീറ്ററിന്റെ കയ്യിലുള്ളതാണെങ്കിൽ പീറ്റർ വഴിയായിരിക്കാം പുറത്തു പോയത്. അത് അന്വേഷണത്തിന്റെ ഭാഗമായി നമുക്ക് തെളിയിക്കാം. ഇനി ഞാൻ എന്റെ ഒരു സംശയമാണ് താങ്കളോട്. താങ്കൾ ആ മുദ്രപത്രം ഒന്ന് പരിശോധിക്കുക എന്നുള്ളത്. ഞാനത് വ്യാജമാണ് എന്നോ ഒറിജിനൽ ആണോ എന്നോ ഒന്നൊരു വാദത്തിന് ഞാനില്ല. അത് താങ്കളൊന്ന് പരിശോധിക്കണം എന്നുള്ളതാണ്. ട്രഷറിയിൽ നിന്ന് സാധാരണഗതിയിൽ ഒരു മുദ്രപത്രം ഉണ്ടാകും, അതിലൊരു സീലും നമ്പറും ഉണ്ടാകും. അത് താങ്കൾക്ക് ആ മുദ്രപത്രത്തിൽ കാണാൻ കഴിയുന്നുണ്ടോ എന്നുള്ള പരിശോധിക്കും. ഞാനത് വിട്ടേക്കുന്നു. 2, IC ബാലകൃഷ്ണൻ MLA പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് പീറ്റർ വിജയേട്ടന് പണം നൽകിയത് എന്നുള്ളതാണ് ആ മുദ്രപത്രത്തിൽ പറയുന്നത്. ഇത് ഒപ്പിടുന്ന സമയത്ത് വിജയേട്ടനും അല്ലെങ്കിൽ പീറ്ററിന്റെ ഒപ്പാണ് അതിനകത്ത് കാണുന്നത്. ഈ സമയത്ത് IC ബാലകൃഷ്ണൻ അവരോടൊപ്പം ഉണ്ടായിരുന്നോ? IC ബാലകൃഷ്ണൻ പീറ്ററുമായി സംസാരിച്ചിരുന്നോ? ഫോണിൽ സംസാരിച്ചിരുന്നോ? ഇത് പീറ്റർ വ്യക്തമാക്കേണ്ട കാര്യങ്ങളാണ്. ഇനി അതിനപ്പുറം 2019 10ാം മാസത്തിലാണ് മുദ്രപത്രത്തിന്റെ താഴെയുള്ള ഡേറ്റ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞ മുകളിൽ ഒരു ബോക്സ് വരുന്ന ഡേറ്റ് ആണ്, അതിൽ കാണുന്നില്ല എന്ന്. ആ ഡേറ്റിൽ പീറ്റർ വിജയേട്ടൻ ഈ തുക കൈമാറിയിരിക്കുന്നു എന്ന് മുദ്രപത്രത്തിൽ ഉടമ്പടി വെച്ചു. 2024 വരെ അദ്ദേഹത്തിന് പറഞ്ഞ ആർക്കാണോ അദ്ദേഹം ജോലി ഓഫർ ചെയ്തത് ആ ആൾക്ക് ജോലി ലഭിച്ചിട്ടില്ല. ശരിയാണല്ലോ. ആ ജോലി ലഭിക്കാത്തിടത്തോളം കാലം എന്തുകൊണ്ടാണ് പീറ്റർ ഇത്രയും വർഷത്തിനിടയിൽ ഒരു പരാതി ആർക്കെങ്കിലും, പോലീസിൽ പരാതി കൊടുക്കാം, അല്ലെങ്കിൽ ഒരു നാട്ടുമധ്യസ്ഥം എന്നുള്ള രീതിയിൽ പാർട്ടിക്കാരെ അറിയിക്കാം. ഇനി അദ്ദേഹത്തിന് പരിചയമില്ലാത്ത ഒരാളല്ല ബത്തേരിയിലെ MLA. 13 വർഷമായി അദ്ദേഹത്തിന്റെ കൂടെ MLA ആണ്. പീറ്റർ വേണമെങ്കിൽ MLA ഫോൺ ചെയ്യാം, MLAയോട് നേരിട്ട് പോയി സംസാരിക്കാം. ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിരുന്നോ? ഇത് അദ്ദേഹം വ്യക്തമാക്കേണ്ടതാണ്. എന്റെ പരിമിതമായ അറിവിൽ ഞാൻ താങ്കളോട് പറയുന്നു, ഇങ്ങനെ ഒരു എഗ്രിമെന്റ് ഞാൻ ഉണ്ടാക്കി എന്നുള്ള വാദം ഞാൻ ഉന്നയിക്കുന്നില്ല. അതിന്റെ സത്യാവസ്ഥയെ കുറിച്ച് അന്വേഷിക്കണം, നടക്കണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം. കാരണം ഈ ഡോക്യുമെന്റ് പ്രകാരം നമുക്ക് മനസ്സിലാക്കുന്നത് ഇതൊരു കോഴയാണ്, നിയമനത്തിന് വേണ്ടിയുള്ള കോഴയാണ് 30 ലക്ഷം. അങ്ങനെ ഒരു കോഴ നൽകി എന്ന് പറഞ്ഞ് ഒരാളും പോലീസിൽ പരാതി നൽകാനുള്ള സാധ്യത ഇല്ല, അത് വളരെ കുറവാണ്. ഇനി മറ്റൊരു സാധ്യത പാർട്ടിക്ക് പരാതി പറയുക എന്നാണ്. പാർട്ടിക്ക് പരാതി പറഞ്ഞില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല. നേരത്തെ NM വിജയൻ തന്നെ പാർട്ടിക്ക് ഒരു കത്ത് നൽകിയതിനെക്കുറിച്ച് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഡോക്യുമെന്റും പ്രചരിക്കുന്നുണ്ട്. അതായത് ഇങ്ങനെ പല ഇഷ്യൂസും ഇതുമായി ബന്ധപ്പെട്ടുള്ള പണം വാങ്ങിയതുമായി ബന്ധപ്പെട്ടുള്ള ഇഷ്യൂസാണ് അദ്ദേഹം ആ കത്തിൽ സൂചിപ്പിക്കുകയും ചെയ്യുന്നത്. ഇതോടൊപ്പം തന്നെ DCC പ്രസിഡന്റ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള നേരത്തെ പ്രശ്നങ്ങളുണ്ടായിരുന്നു, അതിൽ KPCC അന്വേഷണം നടത്തുകയും ചെയ്തിരുന്നു എന്നൊക്കെ DCC പ്രസിഡന്റ് തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ ഈ പീറ്റർ എന്ന് പറയുന്ന വ്യക്തിയുടെ പരാതി എവിടെയും ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. പോലീസിന് പരാതി നൽകിയിട്ടില്ല എന്നുള്ള വാസ്തവം ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ തന്നെ. ഓക്കെ, ഇനി നൗഫലിന്റെ ആ ചോദ്യത്തിന് ഞാൻ മറുപടി പറയാം. പീറ്റർ പണം കൊടുത്തതും പ്രതിസന്ധിയാക്കും എന്നുള്ളത് കൊണ്ടാണല്ലോ പോലീസിൽ പരാതി കൊടുക്കാത്തതെന്നാണ് താങ്കളുടെ വാദം. ഞാനത് അംഗീകരിക്കുന്നു. ആ ബോധ്യമുള്ള പീറ്റർ പിന്നീട് ഈ മുദ്രപത്രത്തിന്റെ പകർപ്പ് പുറത്തുവിടാൻ തയ്യാറാവുമോ? അതായത് പോലീസിൽ പരാതി കൊടുത്താൽ കോഴ കൊടുത്തു എന്നുള്ള രീതിയിൽ പ്രതിസന്ധിയിലാകുമെന്ന് അറിയാവുന്ന പീറ്റർ പിന്നെ എന്തിനാണ് മരണശേഷം അദ്ദേഹത്തിന്റെ കൈവശം ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന മുദ്രപേപ്പർ പുറത്തുവിടുന്നത്? അപ്പൊ അദ്ദേഹം ആയിരിക്കില്ലല്ലോ അത് പുറത്തുവിട്ടത്. അപ്പൊ പീറ്ററും വിജയേട്ടനും തമ്മിലുള്ള എഗ്രിമെന്റിൽ ഇവരുടെ സാന്നിധ്യത്തിൽ ഒന്നാം കക്ഷിയുടെ കയ്യിൽ മാത്രം ഉണ്ടായിരിക്കുമെന്ന് ഉടമ്പടിയിലുള്ള മുദ്രപത്രം വേറെ ആരുടെ കയ്യിലും ഉണ്ടായിരുന്നല്ലോ. അത് ഞാൻ നേരത്തെ പറഞ്ഞ സോഴ്സ് ആണ്. അത് നിങ്ങൾ വെളിപ്പെടുത്തണമെന്ന് ഞാൻ പറയുന്നില്ല. ഒരു അക്കാദമിക് പർപ്പസ് ആണ് നിങ്ങൾ അതിന്റെ ഒറിജിനൽ സന്ദർശിക്കുക എന്നത്. 2, താങ്കൾ പറഞ്ഞതുപോലെ പീറ്റർ പരാതി കൊടുത്തോ എന്നുള്ളതാണ്. 2019 10ാം മാസത്തിലാണ് ഈ ഉടമ്പടി ഉണ്ടാവുന്നത്. പീറ്ററും
വിജയേട്ടനും തമ്മിലുള്ള ഉടമ്പടിയുടെ ഡേറ്റ് രൂപന്റെ കയ്യിൽ അതിന്റെ ഡോക്യുമെന്റ് ഉണ്ടെങ്കിൽ ഒന്ന് നോക്കണം. 19 ആവാനാണ് സാധ്യത. ഡേറ്റ് 10-ാം മാസമാണ് എന്തായാലും അല്ലെ. അത് കഴിഞ്ഞ് വിജയേട്ടൻ KPCCക്ക് ഒരു പരാതി കൊടുക്കുന്നു എന്ന് പറയുന്ന ഒരു കത്ത്. ഈ കത്തിന് ശേഷം 2 അന്വേഷണങ്ങൾ വയനാട് ജില്ലയിൽ നടന്നു. ഒന്ന് KPCC നിയോഗിച്ച 2 അംഗങ്ങൾ വന്ന് ഇവിടെ ഒരു അന്വേഷണം നടത്തി, ബാങ്കുമായി ബന്ധപ്പെട്ട അലിഗേഷൻ. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി 3 പേരടങ്ങുന്ന ഒരു സമിതിയെ വെച്ച് അന്വേഷണം നടത്തി. അത് പബ്ലിക്കായിരുന്നു, അത് വയനാട്ടിലെ മാധ്യമങ്ങളിൽ ചർച്ചയായതാണ്. ആ ഡേറ്റും സമയവും അടക്കം പ്രസിദ്ധീകരിച്ചുകൊണ്ടായിരുന്നു ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഈ അന്വേഷണ സമിതി ബത്തേരിയിൽ ഒരു സിറ്റിംഗ് നടത്തിയത്. അതിൽ പല ആളുകളും വന്ന് മൊഴി കൊടുത്തിട്ടുണ്ട്, പല ആളുകൾ പല ആക്ഷേപങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ പരാതികളിലൊന്നും NM വിജയൻ എന്ന് പറയുന്ന വ്യക്തി പണം വാങ്ങി എന്ന് പറഞ്ഞൊരു പരാതി വന്നിട്ടില്ല. 1. 2, NM വിജയേട്ടൻ ഈ സമിതിക്ക് മുമ്പ് 2019 ഞാനൊരു പരാതി KPCCക്ക് കൊടുത്തിരുന്നുവെന്നും അതിലൊരു നടപടി എടുത്തില്ല എന്നും 2021 നടക്കുന്ന ഈ സിറ്റിംഗ് അദ്ദേഹവും മൊഴി നൽകിയിട്ടില്ല. ഞങ്ങൾ അവിടെ കേട്ട ആളുകളുടെ അടിസ്ഥാനത്തിൽ ഒരു റിപ്പോർട്ട് തയ്യാറാക്കുകയും ആ റിപ്പോർട്ട് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്ക് സമർപ്പിക്കുകയും അർബൻ ബാങ്കിന്റെ ചെയർമാൻ ആയിരുന്ന ഡോക്ടർ സണ്ണി എന്ന് പറയുന്ന വ്യക്തിയെയും ഇതിന് ഈ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾക്ക് അവരെ സഹായിക്കുകയും നേതൃത്വം നൽകിയ ഗോപിനാഥൻ എന്ന് പറയുന്ന വ്യക്തിയെയും പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്ത് ഞങ്ങൾ മാറ്റി നിർത്തി. ഈ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തുകയും ഈ പാർട്ടി അർബൻ ബാങ്ക് ഭരണസമിതിയോട് രാജിവെക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അദ്ദേഹം രാജിവെച്ചില്ല. അദ്ദേഹം നടപടിക്ക് കാരണമായത് എന്തായിരുന്നു? നടപടിക്ക് കാരണം പണം വാങ്ങി എന്നാണോ, നിയമനം നൽകിയില്ല എന്നാണോ, എന്താണ് കാരണം? അത് വിവിധ കാരണങ്ങളാണ്. ഒന്ന്, കോൺഗ്രസിന്റെ പാനലിൽ നിന്ന് ജയിക്കുന്നു, അതിനുശേഷം CPM-ഉമായി ബന്ധപ്പെട്ട ചില രീതിയിലുള്ള നീക്കങ്ങൾ അവിടെ നടത്തുന്നു. കോൺഗ്രസിലെ അവിടെ നിന്ന് ജയിച്ച ഞങ്ങളുടെ അർബൻ ബാങ്ക് ഡയറക്ടർമാരടക്കമുള്ള ആളുകളെ 2 തട്ടിലാക്കി നിർത്തുന്നു. ഒരു തട്ട് ഇദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്ന ആളുകൾ, അവര് ഇത്തരത്തിൽ നിയമനങ്ങൾ, പലരോടും നിയമനങ്ങൾ പറയുന്നു, പണം വാങ്ങാൻ ശ്രമിക്കുന്നു, പണം വാങ്ങി എന്നുള്ള ആക്ഷേപങ്ങൾ. ഇത് ആദ്യം പുറത്തു വരുന്നത് പണം വാങ്ങി എന്നുള്ള ആക്ഷേപം തെളിയിക്കപ്പെട്ടോ? ഈ അന്വേഷണത്തിൽ തെളിയിക്കപ്പെട്ടിട്ടുണ്ടോ? ഇല്ല, തെളിയിക്കപ്പെടുകയല്ല. ഞാൻ പറയാം, ഞാൻ താങ്കൾ ചോദിച്ചു, ഞാൻ അതിലേക്ക് വരാം. ഇതിനകത്ത് പത്രമാധ്യമങ്ങളിലാണ് അർബൻ ബാങ്കിലെ ഭരണസമിതിക്കെതിരെ അതിരൂക്ഷമായ രീതിയിലുള്ള വാർത്തകൾ വരുന്നു, സോഷ്യൽ മീഡിയയിൽ വരുന്നു. ഇതിനെക്കുറിച്ച് പാർട്ടി അന്വേഷിച്ചപ്പോൾ അർബൻ ബാങ്കിന്റെ ചെയർമാൻ എന്നുള്ള രീതിയിൽ ഡോക്ടർ സണ്ണിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങളിൽ പല രീതിയിലുള്ള മോശമായ കാര്യങ്ങളുമുണ്ട്. ഈ പണം വാങ്ങി എന്ന് പറഞ്ഞ അവിടെ ആരും പരാതി കാര്യമായി തന്നിട്ടില്ല. പക്ഷേ പലരോടും നിയമനം ആവശ്യമുണ്ടെങ്കിൽ പണം വേണമെന്നുള്ള രീതിയിൽ സണ്ണി ആവശ്യപ്പെടുന്നു, അല്ലെങ്കിൽ സണ്ണിയുടെ ദൂതൻ വഴി ആവശ്യപ്പെടുന്നു എന്നുള്ളതും കോൺഗ്രസിന്റെ പ്രവർത്തകർക്ക് സ്വാഭാവികമായ ഒരു കോൺഗ്രസ് ബാങ്ക് ഭരിക്കുന്ന സമയത്ത് അവിടെ നമ്മളുടെ ഒരു ആളുകളാണ് എന്നുള്ള രീതിയിൽ അവിടെ കിട്ടുന്ന ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. സ്വാഭാവികമായി അവരുടെ ഒരു പ്രസ്റ്റീജ്. ചെറിയ കാര്യങ്ങളൊക്കെ കോൺഗ്രസ് നടപടിക്ക് ഹേതു ആകാറുണ്ടോ ശ്രീ ശംസാദ്? കാരണം ഇതൊക്കെ കോൺഗ്രസ് നടന്നുകൊണ്ടിരിക്കുന്നതല്ലേ. ഞാൻ ചോദിക്കുന്നത്, പണവുമായി നിയമനത്തിന് പണം വാങ്ങുന്നു എന്നുള്ളതായിരുന്നു അവിടുത്തെ ഏറ്റവും വലിയ ആക്ഷേപം. ആ ആക്ഷേപം അന്വേഷിച്ച കോൺഗ്രസ് സമിതി എന്തുകൊണ്ടാണ് ഈ നടപടി എടുത്തത്? പണം വാങ്ങിയെന്ന് തെളിയിക്കപ്പെട്ടത് കൊണ്ടായിരിക്കില്ലേ? അല്ലല്ല, ഞാൻ പണം വാങ്ങി എന്ന് നമുക്ക് തെളിയിക്കാൻ പറ്റില്ലല്ലോ. കാരണം പണം ഈ കോൺഗ്രസ് പാർട്ടിയുടെ ഏതെങ്കിലും ഒരു നേതാവിന് കൊടുത്തു എന്നല്ല അവിടെ ആക്ഷേപം. അവിടെ സണ്ണി വക്കീൽ എന്ന് പറയുന്ന ബാങ്കിന്റെ പ്രസിഡന്റും ഗോപിനാഥൻ മാഷി എന്ന് പറയുന്ന മുൻ കോൺഗ്രസിന്റെ ഒരു നേതാവും ചേർന്നുകൊണ്ട് ഇത്തരത്തിൽ പല രീതിയിൽ, ഇപ്പൊ താങ്കൾ വിചാരിക്കുന്നത് പോലെ ആ നിയമനത്തിന്റെ പണം മാത്രമൊന്നുമല്ല അവിടുത്തെ വിഷയമായിട്ടുണ്ടായിരുന്നത്. അവിടെ ലോണ് കൊടുക്കുന്നതിൽ പോലും കമ്മീഷൻ ചോദിച്ചു എന്നുള്ള പ്രശ്നമുണ്ട്. താങ്കൾക്ക് അത് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഏതായാലും ഷംസാദ്, നമുക്ക് ഒരുപാട് സമയം ഷംസാദിൽ ലഭിച്ചിട്ടുണ്ട്. ഞാനിപ്പം ജയിക്ക് അല്പം മുമ്പ് എത്തിയിട്ടുള്ളൂ. ജയിക്കിൽ കൂടി പോയിട്ട് ഷംസാദിലേക്ക് തിരിച്ചു വരാം എന്ന് വിചാരിക്കുന്നു. JC തോമസ്, താങ്കൾ തുടക്കത്തിൽ ഉണ്ടായിരുന്നില്ല. ഷംസാദ് വിവരിക്കുന്നത് അവിടെ ഇത്തരത്തിലുള്ള ഒരു പണമിടപാട് നടന്നതായി ഒരു വ്യക്തമായ സൂചനയും അവർക്കില്ല എന്ന് തന്നെയാണ്. മറിച്ച് ഇക്കാര്യത്തിൽ ഇദ്ദേഹത്തിൻ്റെ ഈ 2 പേരുടെയും മരണത്തിൻ്റെ കാര്യത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തണം. അതിൽ ആ എല്ലാവിധ അന്വേഷണത്തെയും അവർ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. എന്തുകൊണ്ടാണ് CPM ആരോപിക്കുന്നത് ഈ മരണത്തിന് പിന്നിൽ കോൺഗ്രസ് ഉണ്ട്, അല്ലെങ്കിൽ IC ബാലകൃഷ്ണനുണ്ട് എന്ന് CPM ആരോപിക്കുന്നത് എന്തുകൊണ്ടാണ്? എനിക്ക് അത്ഭുതമില്ല. കാരണം ഇന്നലെ ഇതേ മീഡിയ വണ്ട ഫ്ലോറിൽ ചർച്ചയിൽ മറ്റൊരു വിഷയത്തിൻ്റെ ഭാഗമായി ചർച്ചയിൽ പങ്കെടുക്കേണ്ട വന്ന ഒരു പാനലിസ്റ്റാണ് ഞാൻ. അതേ ചർച്ചയിൽ തന്നെ DCC ട്രഷററായിരുന്ന 77 വയസ്സുകാരൻ്റെയും അദ്ദേഹത്തിൻ്റെ മകൻ 38 വയസ്സുകാരൻ്റെയും ദാരുണമായ മരണത്തെ സംബന്ധിച്ച് ചൂണ്ടിക്കാണിച്ചപ്പോൾ ഈ കോൺഗ്രസിൻ്റെ പ്രതിനിധിയല്ല, ഇദ്ദേഹത്തേക്കാൾ മുതിർന്ന മറ്റൊരു കോൺഗ്രസിൻ്റെ സ്ഥിരം പ്രതിനിധി അദ്ദേഹം പറഞ്ഞിരുന്നത്, അദ്ദേഹം ആ ആത്മഹത്യയെ, അവരുടെ ദാരുണമായ മരണത്തെ
മനുഷ്യത്വ വിരുദ്ധമായ വാക്കുകളോടുകൂടെ പുച്ഛിക്കുകയും പരിഹസിക്കുകയും ചെയ്യുകയായിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇവർ പറയുന്നു ഈ DCC ട്രഷററുടെയും മകൻ്റെയും മരണത്തെ സംബന്ധിച്ച് മറ്റു ചില ഇതുവരെ കേട്ടിട്ടില്ലാത്ത നട്ടാൽ കുരുക്കാത്ത പുതിയ ചില ഉപകഥകളും കഥകളുമായിട്ട് ഈ സംഘം ഇറങ്ങിയിരിക്കുകയാണ്. ഇരിക്കട്ടെ, ഈ മരണത്തിൻ്റെ പിന്നിൽ, ഈ ദാരുണമായ കൊലപാതകത്തിൻ്റെ പിന്നിൽ ഞങ്ങളാണ് എന്നാണോ കോൺഗ്രസിൻ്റെ പ്രതിനിധി പറഞ്ഞു വരുന്നത്? അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളാണോ എന്നാണ് കോൺഗ്രസിൻ്റെ പ്രതിനിധി പറഞ്ഞു വരുന്നത്? എനിക്ക് അത്ഭുതമില്ല. ഇവരാരും ഓട്ടോ ഇടിച്ച് മരിച്ചതാണ് എന്ന് ഗാന്ധി രക്തസാക്ഷിത്വത്തെ സംബന്ധിച്ച് ഇന്ത്യയിൽ സംഘപരിവാരം പ്രചരിപ്പിക്കുന്ന നരേഷൻ കോൺഗ്രസിൻ്റെ അഭിനവ സംഘം പ്രചരിപ്പിച്ചാലും എനിക്കതിൽ അത്ഭുതമില്ല. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചത് പുതിയ കാര്യമാണോ? അങ്ങ് കണ്ടില്ലേ, ഇതേ കോഴിക്കോട് ജില്ലയിൽ ചേവായൂർ ഒരു സർവീസ് സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനുള്ളിലെ അന്തചിത്രം എങ്ങനെയാണ് ഉയർന്നു വന്നത്? നിയമനത്തിന് കോഴ വാങ്ങുന്ന കോടിക്കണക്കിന് രൂപയുടെ ആരോപണത്തെ തുടർന്നല്ലേ കോൺഗ്രസിനുള്ളിലെ അന്തചിത്രം പുറത്തേക്ക് വന്നത്? ആ കോഴ ആരോപണത്തിന്റെ പ്രധാനപ്പെട്ട ഗുണഭോക്താവായിട്ട് ആരായിരുന്നു കോഴിക്കോട് ജില്ലയിലെ കോൺഗ്രസിന്റെ സമുന്നത നേതാവായി വന്നത്? അതേ നേതാവിനെ കുറിച്ച് മാടായി കോളേജിലെ നിയമനത്തെ സംബന്ധിച്ച് വീണ്ടും പരാതി ഉയർന്നു വന്നില്ലേ? പരസ്യമായി കണ്ണൂർ ജില്ലയിൽ മാടായിൽ ചെന്നപ്പോൾ കോഴിക്കോട് MP അടക്കമുള്ള കോൺഗ്രസിന്റെ നേതാക്കന്മാരെ പരസ്യമായി CPIയുമായി ഒരു ബന്ധവുമില്ലാത്ത എല്ലാ ചാനലുകളുടെയും ആർക്കൈവിൽ അവരുടെയൊക്കെ ക്യാമറ ദൃശ്യങ്ങളിൽ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയും വിധം കോൺഗ്രസിന്റെ സമുന്നത പ്രവർത്തകർ കോഴിക്കോട് MPയെ തടയുന്നത് നമ്മൾ കണ്ടില്ലേ? അത് CPM കാരണമാണോ? അത് വേറെ എന്തെങ്കിലും കാരണം കൊണ്ടാണോ? അത് കോൺഗ്രസിനുള്ളിൽ തന്നെ മാടായി കോളേജിലാണെങ്കിലും നിങ്ങളുടെ സർവീസ് സഹകരണ ബാങ്കിലാണെങ്കിലും ഇപ്പോൾ വയനാട് ബത്തേരി അർബൻ ബാങ്കിലാണെങ്കിലും നിങ്ങൾ നിയമനം കൊടുക്കുന്നതിനും ലോൺ കൊടുക്കുന്നതിനും ഒക്കെ പൈസ വീതം നിങ്ങൾ തിരക്കി കൈക്കൂലി വാങ്ങും. നിങ്ങൾ തമ്മിലുള്ള കൈക്കൂലിയുടെ ചീഞ്ഞു നാറിയ കഥകൾക്കകത്ത് DCC പ്രസിഡന്റ് എന്നോ MLA എന്നോ MP എന്നോ ഭേദമില്ല. പക്ഷേ ചില അവസരങ്ങളിൽ നിങ്ങളുടെ കയ്യിൽ നിൽക്കാതെ ഇത്തരം കാര്യങ്ങൾ പുറത്തേക്ക് വരുമ്പോഴോ KPCC പ്രസിഡന്റ് പരാതി കൊടുക്കേണ്ടതായി വരുന്നു. ആ പരാതിക്ക് തീരുമാനമുണ്ടാകുന്നില്ല. മുമ്പ് മറ്റൊരു ട്രഷറർ ഇതേപോലെ ആത്മഹത്യ ചെയ്യേണ്ടതായി വന്നിട്ടില്ലേ? ആങ്കർ ശ്രദ്ധയിൽ ഉണ്ടായിരുന്നല്ലോ. ആ ട്രഷററുടെ മകനും മറ്റു കുടുംബാംഗങ്ങളും എന്തായിരുന്നു പിന്നീട് പറഞ്ഞിരുന്നത്? KPCCയുടെ തന്നെ ചുമതലയുണ്ടായിരുന്ന ട്രഷററായിരുന്നില്ലേ? എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ പ്രതാപചന്ദ്ര വർമ്മ എന്നാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിന്റെ മരണത്തെ സംബന്ധിച്ച് പിന്നീട് ഉയർന്നു വന്ന വാദങ്ങൾ എന്താണ്? എവിടെ പോയി പിന്നീട്? ഇപ്പോൾ ഈ മരണപ്പെട്ട വിജയന്റെയും മകന്റെയും അനുഭവങ്ങൾ അവരുടെ കുടുംബാംഗങ്ങളെ മുഖവിലക്കെടുക്കാൻ കോൺഗ്രസിന്റെ പ്രതിനിധികൾ തയ്യാറുണ്ടോ? എന്താ അവരുടെ അഭിപ്രായം? ഇവർ കുടുംബ പ്രശ്നത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്തതാണോ? അതോ ഇവർ വേറെ ഏതെങ്കിലും തെറ്റായ മാർഗം വഴി പോയതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്തതാണോ? നിങ്ങൾ തമ്മിലുള്ള രാഷ്ട്രീയമായ അപജയത്തിന്റെ മറവിൽ നിങ്ങൾ തമ്മിൽ നടത്തപ്പെട്ട അഴിമതിയുടെയും നാറിപ്പുഴുത്ത കൈക്കൂലിയുടെയും കഥകളുടെ നടുവിൽ അവർ ബലിയാടാക്കപ്പെട്ടു. നിങ്ങളുടെ MLAക്കും നിങ്ങളുടെ DCC നേതൃത്വത്തിന്റെയും നിങ്ങളുടെ KPCC നേതൃത്വത്തിന്റെയും മറവിൽ കോൺഗ്രസിനുള്ളിലെ അഴിമതിക്കാരും നാറിയ അഴിമതിക്കാശ് വാങ്ങിയവന്മാരും സംരക്ഷിക്കപ്പെടുമെന്നായപ്പോൾ ആ സംരക്ഷിക്കപ്പെടുന്നതിന്റെ മറവിൽ DCCയുടെ ട്രഷററും അദ്ദേഹത്തിന്റെ മകനും കോടിക്കണക്കിന് രൂപ കട്ടകേസിൽ ബലിയാടാകേണ്ടതായി വന്നു. അപ്പോഴോ അതിൽ മനം നൊന്ത് പിടിച്ചു നിൽക്കാനാകാതെയാണ് ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ആയിരുന്നില്ലേ? DCC ജനറൽ സെക്രട്ടറി ആയിരുന്നില്ലേ? നിസ്സാരമായ ഏതെങ്കിലും ഒരു കേസിന്റെ മറവിൽ ആത്മഹത്യ ചെയ്യാൻ മാത്രം ദുർബല ഹൃദയരാണോ ഒരു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും കോൺഗ്രസിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറിയും ഒക്കെ പ്രവർത്തിച്ച ആളുകൾ? അതാണോ കോൺഗ്രസിന്റെ നിലവാരം? അങ്ങനെ കോൺഗ്രസിന്റെ പ്രതിനിധി കരുതുന്നുണ്ടോ? അപ്പോൾ ഇത് ചെറിയ കേസായിരുന്നില്ല. ഇത് കോടികളുടെ അഴിമതിയെ സംബന്ധിച്ചുള്ള കേസ് തന്നെയായിരുന്നു. അതിൽ പിടിച്ചു നിൽക്കാനാകാതെ വന്നപ്പോഴാണ് സ്വന്തം പാർട്ടിക്കുള്ളിൽ കൂടെ കൊടി പിടിക്കുന്നവന്മാർ തങ്ങളെ വിറ്റ് കളഞ്ഞിട്ടായാലും കാശ് വാങ്ങിച്ച് പുട്ടടിച്ച് തിന്നണമെന്ന താല്പര്യമുള്ളവന്മാരാണ് കൂടെ നടക്കുന്നതെന്ന് വൈകിയെങ്കിലും അപരികാര്യമാംവിധം തിരിച്ചറിഞ്ഞപ്പോഴാണ് അവർക്ക് ആത്മഹത്യ ചെയ്യേണ്ടതായി വന്നത്. ആ കേസിൽ നിന്ന് ഏതു കോടതി കേട്ടാലും മനസാക്ഷിയുടെ കോടതിയുടെ മുമ്പിൽ, അത് ഞങ്ങളുടെ പ്രയോഗമല്ല, കോൺഗ്രസ് പ്രതിനിധി അല്പകാലം മുമ്പത്തെ ചരിത്രം, മുൻ മുഖ്യമന്ത്രിയുടെ ചരിത്രമൊക്കെ ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ആ കോടതിയുടെ മുമ്പിൽ നിങ്ങൾ കുറ്റക്കാരായിരിക്കും, ഒരു സംശയവുമില്ല. കേസിൽ ഈ മരണപ്പെട്ട കോൺഗ്രസുകാർ തന്നെ കൊന്നുകളഞ്ഞ DCC ട്രഷറുടെയും മകന്റെയും തെളിവ് സഹിതമുള്ള മറ്റന്വേഷണങ്ങൾ വരുമ്പോൾ നിർബന്ധമായും നിങ്ങളുടെ മുഴുവൻ ആളുകൾക്കും, ഉപ്പ് തിന്ന മുഴുവൻ കോൺഗ്രസ് നേതാക്കന്മാർക്കും വെള്ളം കുടിക്കേണ്ട വരും, ഒരു സംശയം ഉണ്ടാവത്തില്ല. ശ്രീ A. സജീവൻ കൂടി ചേരുക. ശ്രീ A. സജീവൻ, ഈ രണ്ടു ഭാഗവും താങ്കൾ കേട്ട് കാണും. ഈ സഹകരണ മേഖലയിൽ ഇത്തരം നിയമനങ്ങൾക്ക് വേണ്ടി വലിയ രീതിയിൽ കോഴ വാങ്ങുന്നു എന്നുള്ള ആരോപണം അത് കോൺഗ്രസ് ആണെങ്കിലും CPM ആണെങ്കിലും മറ്റു പാർട്ടികളാണെങ്കിലും ഒക്കെ പലപ്പോഴായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പല ബാങ്കുകളുടെയും പേര് വളരെ കുപ്രസിദ്ധമാണ്. അത് ആ രീതിയിലുള്ള അന്വേഷണം തുടർന്നു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. സഹകരണ മേഖലയിൽ ഇത്തരത്തിൽ കോഴയ്ക്കും നിയമനത്തിനുമൊക്കെ ഇത്തരം ലൂപ്പ് ഹോൾസ് ഒരുപാടുണ്ടോ? അത് അങ്ങനെ തന്നെയാണോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ എത്രയോ കാലമായിട്ട് നമ്മൾ കേൾക്കുന്നതാണ്. സഹകരണ മേഖലയിൽ, സഹകരണ സ്ഥാപനങ്ങളിൽ, സൊസൈറ്റി ആണെങ്കിലും ബാങ്ക് ആണെങ്കിലും ഒക്കെ അവിടെ നിയമനത്തിന് കാശ് വാങ്ങുന്നുണ്ട്, സ്വന്തം പാർട്ടിക്കാരിൽ നിന്ന് കാശ് വാങ്ങുന്നുണ്ടുള്ള കാര്യം ഉറപ്പാണ്.
നമുക്കതിൽ എത്രയോ ആളുകളുടെ ചരിത്രം നമുക്കറിയാവുന്നതാണ്. തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ തെളിവ് കാണിക്കാൻ ഇതേപോലെ ഈ കൈരേഖ കാണിക്കേണ്ട ഒരവസ്ഥ ഉണ്ടാകും. അത് നടക്കുന്നുണ്ട്. ഇവിടെ സത്യത്തിൽ വളരെ കൃത്യമായ ഒരു രേഖയുണ്ട്. കാശ് വാങ്ങിയെന്ന് പീറ്ററും ഈ മരിച്ച വിജയനും തമ്മിൽ ഒപ്പിട്ടിട്ടുള്ള ഒരു രേഖയുണ്ട്. ആ രേഖയുടെ ഒറിജിനൽ തേടി പോകേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോഴങ്ങനെ ഒരു സംഭവമുണ്ട്. അതിൽ IC ബാലകൃഷ്ണന് പങ്കുണ്ടോ ഇല്ലയോ, അത് എഴുതി ചേർത്താണോ, അത്തരം കാര്യങ്ങളാണല്ലോ പിന്നീട് തെളിയിക്കേണ്ടത്. ഇവിടെ ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ ഷംസാദ് പറഞ്ഞപ്പോൾ ഒരു അല്പം ആശ്വാസം തോന്നി. കാരണം എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് അന്വേഷിക്കേണ്ടതാണെന്ന് പറഞ്ഞു. ഇത് തന്നെയാണ് ND അപ്പച്ചനൊക്കെ പറഞ്ഞുള്ളത്. അതേ കാര്യത്തിൽ IC ബാലകൃഷ്ണൻ പറഞ്ഞു. വിശദമായ കാര്യങ്ങൾ അന്വേഷിക്കാൻ പോലീസിൻ്റെ ടീമിനെ വെച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ അതിന് ശേഷം ആ കാര്യം പറഞ്ഞതിന് ശേഷം ഷംസാദ് ഇവിടെ പിന്നീട് പറഞ്ഞ കാര്യങ്ങൾ സത്യത്തിൽ അത് വളരെ സങ്കടകരമായിട്ടാണ് തോന്നിയത്. കാരണം ഈ വിജയനും മകനും മരിക്കുന്നതിന് കാരണം മറ്റെന്തോ ആണ്. അദ്ദേഹം പറഞ്ഞു വരുമ്പോൾ വളരെ കൃത്യമാണ്. മകൻ്റെ പ്രശ്നം, ഇദ്ദേഹത്തിൻ്റെ സാമ്പത്തിക പ്രശ്നം, ഭാര്യയുടെ മരണം, അങ്ങനെയെല്ലാം കൂടി വ്യക്തിപരമായ കാരണം കൊണ്ടാണ് വിജയനും മകനും ആത്മഹത്യ ചെയ്തത് എന്നാണ് പറഞ്ഞു വന്നതിൻ്റെ ഒരു രത്നചുരുക്കമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. സത്യത്തിൽ എന്താണ് അദ്ദേഹം പിന്നീട് അതാണ് തോന്നാൻ കാരണം കൂടിയുണ്ട്. എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുന്നത് പറയുമ്പോൾ അദ്ദേഹം ഒരിക്കൽ പോലും ഇവിടെ സാക്ഷി വിസ്താരം പോലെ സാക്ഷിയെ ഈ പ്രതിയുടെ അഭിഭാഷകൻ ക്രോസ് വിസ്താരം നടത്തുന്ന പോലെയാണ്. പീറ്ററിൻ്റെ കയ്യിലൊരു തെളിവുണ്ടോ, ഒറിജിനൽ ഉണ്ടോ, അത് ഇന്ന ദിവസമാണോ, സീലുണ്ടോ, അതൊക്കെ കോടതിയിൽ തെളിയിക്കേണ്ട കാര്യമാണ്. ഇവിടെ ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ ഒരു വളരെ കൃത്യമായിട്ടും കാശ് കൊടുത്തു, കാശ് വാങ്ങി എന്ന് വ്യക്തമാക്കുന്ന ഒരു രേഖയുണ്ട്. അതാണ് പോലീസിന് അന്വേഷിക്കേണ്ടത്. അത് അന്വേഷിക്കുന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമുണ്ട്, അവരിത് കാര്യം അന്വേഷിക്കും. അവിടെ കോൺഗ്രസ്സുകാർ എടുക്കേണ്ട പ്രധാനപ്പെട്ട നിലപാടെന്ന് പറയുന്നത് ഇത് മാത്രമാണ്, അന്വേഷിക്കട്ടെ എന്നാണ്. പിന്നെ പാർട്ടി അന്വേഷിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇതൊന്നുമല്ല എന്ന രീതിയിൽ അദ്ദേഹം വേറെന്ത് വ്യക്തിപരമായ കാരണം എന്ന് പറഞ്ഞില്ലേ. പിന്നീട് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് പാർട്ടി DCC അന്വേഷിച്ചു, PCC അന്വേഷിച്ചു, എന്നിട്ട് അത് എന്തിനാണ് അന്വേഷിച്ചത്? അപ്പോൾ എന്തോ ഒരു ഇവിടെ കാശ് വാങ്ങിയത് ആരായാലും അത് IC ബാലകൃഷ്ണനാണോ വിജയനാണോ മറ്റാരെങ്കിലും ആണോ എന്നുള്ളത് പിന്നീട് തെളിയിക്കേണ്ട കാര്യം. പക്ഷേ അത് അങ്ങനെ ഒരു സംഭവം പാർട്ടിയുടെ മുമ്പാകെ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? വ്യക്തിപരമായിട്ട് ആരെങ്കിലും ഇതേപോലെ കാശ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ പാർട്ടി ആ ആളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. അതുപോലും ചെയ്തിട്ടില്ല. സത്യത്തിൽ ഇങ്ങനെ സംഭവം തിരിച്ചാണെന്ന് വയ്ക്കുക. ഇത് CPMൻ്റെയോ അല്ലെങ്കിൽ കോൺഗ്രസ് ഇതര ബാങ്കുകളിലാണ് സംഭവിച്ചെങ്കിൽ ഈ PCC പ്രസിഡൻറ്റും DCC പ്രസിഡൻറ്റും പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ ചാടി വീഴില്ലേ? അതെല്ലാ പാർട്ടിക്കാരും ചെയ്യുന്നൊരു കാര്യമാണ്. ഇത് പക്ഷേ കൃത്യമായിട്ടും 2 പേരുടെ മരണം അത് വ്യക്തിപരമായ എന്തോ കാരണം കൊണ്ടാണ് എന്ന് സ്ഥാപിച്ച് എടുക്കാനുള്ള ശ്രമം കോൺഗ്രസ്സുകാർ ചെയ്യുന്നത് വളരെ ദയനീയമാണ്. താങ്കൾ തുടക്കത്തിൽ തന്നെ ഷംസാദിനോട് പറഞ്ഞ കാര്യം ഇതിൽ ആത്മാർത്ഥമായിട്ട് സഹകരിക്കണം എന്നുള്ളതാണ്. ആത്മാർത്ഥമായിട്ടാണ് ഷംസാദ് ഈ ചർച്ചയിൽ സഹകരിച്ചിട്ടുള്ളതെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം അങ്ങനെയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞ ആദ്യത്തെ കാര്യത്തിൽ കാരണം പോലീസ് അന്വേഷിക്കട്ടെ, ഞങ്ങൾ ഒരു തടസ്സവുമില്ല, അത് ആരായാലും അത് ഒരു തരത്തിൽ എനിക്ക് തോന്നുന്നു IC ബാലകൃഷ്ണൻ പോലും പറഞ്ഞു ഞാനാണ് കുറ്റക്കാരനെങ്കിൽ എന്നെ ശിക്ഷിക്കണം എന്ന് പറഞ്ഞു. ആ രീതിയിലുള്ള പറയാനെങ്കിലുള്ള ഒരു ആർജവമാണ് കാണിക്കുന്നത്. ശ്രീ ഷംസാദ് മരക്കാർ, താങ്കൾ ഈ രേഖയെക്കുറിച്ച്, അതായത് ഈ മുദ്രപത്രത്തെക്കുറിച്ച്, ഈ കരാറിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ താങ്കൾ ഇത് വ്യാജമാണ് എന്ന് ഈ ചർച്ചയിൽ പറയാൻ തയ്യാറായിട്ടില്ല ഇതുവരെ. നേരെ മറിച്ച് അതൊന്ന് പരിശോധിക്കൂ എന്ന് ഞങ്ങളോട് ആവശ്യപ്പെടുകയാണ് ചെയ്തത്. ഞങ്ങൾ പരിശോധിച്ചു വിട്ടുമുണ്ട്, ഇനിയും പരിശോധിക്കാം. പക്ഷേ താങ്കൾക്ക് ഈ പറയുന്ന മുദ്രപത്രത്തിൽ പറയുന്ന വരികളെ വിശ്വസിക്കാൻ കഴിയുന്നില്ല എങ്കിൽ അത് വ്യാജമാണ് എന്ന് തന്നെ താങ്കൾ പറയേണ്ടി വരും. ഇത് വ്യാജമാണ് എന്ന് പറയാതെ എങ്ങനെയാണ് താങ്കൾക്ക് താങ്കളുടെ വാദവുമായി മുന്നോട്ട് പോകാൻ സാധിക്കുക? ഞാൻ ഇതിനൊരു സമയം തന്നെ ഒരു മറുപടി പറയാം. ഈ ശ്രീ സജീവൻ ഇപ്പൊ താങ്കൾ പറഞ്ഞു ഞാനത് വേറെ ഒരു അർത്ഥത്തിൽ പറഞ്ഞതല്ല, ഈ ഒരു കാരണം മാത്രമായിരിക്കാം മരണത്തിന് എന്ന് ശ്രീ സജീവൻ എങ്ങനെയാണ് ബോധ്യപ്പെട്ടത് എനിക്കറിയില്ല. കാരണം അദ്ദേഹത്തിന്റെ മരണത്തിന് ബന്ധപ്പെട്ട് എന്തെങ്കിലും കാരണമുണ്ടെങ്കിൽ അത് കണ്ടെത്തണമെന്നാണ് ഞാൻ പറഞ്ഞത്. അതിനകത്ത് നിങ്ങൾ പറയുന്ന ഈ ആക്ഷേപങ്ങളാവാം, ഇനി മറ്റു പല കാരണങ്ങളും ഉണ്ടോ എന്ന് നോക്കണ്ട എന്ന് പറയാൻ പറ്റുമോ? എന്ത് കാരണമുണ്ടെങ്കിലും അത് തെളിയണം എന്നുള്ളതും അതിന് സമഗ്രമായ അന്വേഷണം നടക്കണം എന്നുമുള്ളതാണ് ഞാൻ പറഞ്ഞത്. അതിനകത്ത് ബാങ്കിന്റെ ആക്ഷേപം വരാം,
ഈ മുദ്രപത്രത്തിന്റെ ആക്ഷേപം, കത്തിന്റെ ആക്ഷേപം, മറ്റു കാരണങ്ങളുണ്ട്. ഞാൻ ഇതൊന്നുമല്ല കാരണം, വേറെന്തോ കാരണമാണ് എന്നല്ല പറഞ്ഞത്. എന്ത് കാരണമാണെങ്കിലും ഇതിനോടൊപ്പം ഉണ്ടാവണം, അന്വേഷണത്തിന്റെ ഭാഗമായി തെളിയണം എന്നാണ് ഞാൻ പറഞ്ഞത്. ഇനി നോഫൽ ചോദിച്ച ഞാൻ ആ മുദ്രപത്രത്തിന്റെ പകർപ്പ് കാണാത്ത ഒരാളാണ്. ഇതിനകത്ത് എന്റെ സംശയമാണ് ഞാൻ പറഞ്ഞത്. ഇതിനകത്ത് IC ബാലകൃഷ്ണൻ പറഞ്ഞിട്ടാണ് പണം നൽകിയത് എന്ന് എഴുതിയിട്ടുണ്ട് എങ്കിൽ ഇത് അറിയുന്ന രണ്ടാളുകൾ എന്ന് പറയുന്നത് വിജയേട്ടനും പീറ്ററേട്ടനുമാണ്. വിജയേട്ടൻ ഇല്ല. ഇനി പീറ്റർ എന്ന് പറയുന്ന വ്യക്തിയാണല്ലോ ഇതിനെ കുറിച്ച് പറയേണ്ടത്. അദ്ദേഹം എന്തുകൊണ്ട് ഇത് പറഞ്ഞില്ല? ഇതുവരെ പറഞ്ഞിട്ടില്ല. ഞാൻ ഈ വയനാട്ടുള്ളതാണ്, എനിക്കറിയാം. അദ്ദേഹം പറഞ്ഞു, ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പൊ ഇതിന്റെ സത്യാവസ്ഥയിൽ പറയാൻ കഴിയുന്ന അദ്ദേഹത്തിനാണ്. ഇനി ഒറിജിനൽ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അത് പോലീസിന് ഹാജരാക്കാം. അദ്ദേഹത്തിന് മാധ്യമങ്ങളോട് ഈ കാര്യങ്ങളെ കുറിച്ച് പറയാം. അതിനൊന്നും പ്രയാസമില്ല. ഉണ്ടെങ്കിൽ അതൊക്കെ അന്വേഷണത്തിന്റെ ഭാഗമായി ഉൾപ്പെടുത്തണം എന്ന് തന്നെയാണ് പറഞ്ഞത്. പിന്നെ ഇത് മാത്രമാണ് കാരണമെന്ന് സമർത്ഥിക്കുകയല്ല ഞാൻ പറഞ്ഞത്. ഇതിനോടൊപ്പം എന്ത് കാരണമുണ്ടെങ്കിൽ അന്വേഷിക്കട്ടെ. അതിലെന്താണ് പ്രയാസം? നമ്മൾ ഒരാളെയും കുറ്റപ്പെടുത്തുകയോ ഒരാളെയും തേജോവധം വയനാട്ടിൽ നിന്ന് നമുക്ക് കേൾക്കുന്ന വാർത്തകൾ അദ്ദേഹത്തിന്റെ സ്വത്തിൽ വളരെയധികം സ്വത്ത് അദ്ദേഹം വിൽപ്പന നടത്തേണ്ടി വന്നു എന്നൊക്കെ കേൾക്കുന്നുണ്ട്. അങ്ങനെയുള്ള അറിവ് ഒരു പക്ഷേ DCCക്ക് ഉണ്ടായിരിക്കുമല്ലോ. അങ്ങനെ അദ്ദേഹം തൻ്റെ സ്വത്ത് വിൽക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരുന്നു. എന്റെ അറിവിൽ അദ്ദേഹത്തിന് മണിച്ചിറയിലാണ് അദ്ദേഹത്തിന്റെ വീട്. ആ പ്രദേശത്ത് അദ്ദേഹത്തിന് പാരമ്പര്യമായി കിട്ടിയ ഭൂമിയും സൗകര്യങ്ങളും ഉണ്ട്. അതിനകത്ത് കാര്യമായ വിൽപ്പന നടത്തിയിട്ടില്ല. 10 സെന്റ് സ്ഥലം എവിടെയോ വിറ്റു എന്ന് പറയുന്നത് മാത്രമാണ് ഞാൻ കേട്ടറിവ് മാത്രമാണ് എനിക്കുള്ള അറിവ് എന്ന് പറയുന്നത്. ഇനി ജയ്ക്ക് നേരത്തെ ഇവിടെ പറഞ്ഞ ചില ആക്ഷേപങ്ങളുണ്ട്. വലിയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ജയ്ക്ക് ഇവിടെ പറഞ്ഞു പോയി. ഞാൻ ജയ്ക്കിനോട് വളരെ ലളിതമായി ചോദിക്കുന്ന ഒരു കാര്യം, അർബൻ ബാങ്കിന്റെ ചെയർമാൻ ആയിരുന്ന ഡോക്ടർ സണ്ണി എന്ന് പറയുന്ന വ്യക്തിയെ ഈ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് അർബൻ ബാങ്കിന്റെ തെരഞ്ഞെടുപ്പ് വരുന്നു. ആ തെരഞ്ഞെടുപ്പിൽ CPMന്റെ പാനലിലെ സ്ഥാനാർത്ഥിയായി ഡോക്ടർ സണ്ണി മത്സരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഞങ്ങൾ അന്ന് ഈ ബാങ്കിന്റെ രീതിയിലുള്ളത് പോക്ക് ശരിയല്ല എന്നും ഈ ബാങ്കിൽ ഒരു നിയമപരമായ കാര്യങ്ങളല്ല നടക്കുന്നത്, പല രീതിയിലുള്ള അലിഗേഷൻസ് ഉണ്ട്. ഞാൻ ഒഫലിനോട് വീണ്ടും പറയുന്നു, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ഈ നിയമനത്തിന്റെ കോഴ മാത്രമായിരുന്നില്ല അലിഗേഷൻ. അവിടെ പല രീതിയിലുള്ള അലിഗേഷൻസ് ഉണ്ടായിരുന്നു പത്രങ്ങളിൽ വന്ന്. അതിന്റെ ഭാഗമായിട്ടാണ് സണ്ണിയെ സസ്പെൻഡ് ചെയ്തത്, ഗോപിനാഥനെ സസ്പെൻഡ് ചെയ്തത്. ഈ സണ്ണിയെ CPM പാനലിൽ നിർത്തി അർബൻ ബാങ്കിൽ മത്സരിക്കുകയും CPM പരാജയപ്പെടുകയും ചെയ്തു. ഈ കഴിഞ്ഞ സത്തേരി ഏരിയ സമ്മേളനത്തിലും വയനാട് ജില്ലാ സമ്മേളനത്തിലും പ്രതിനിധികൾ ഈ വിഷയം ഉന്നയിക്കുകയും ഇത് പാർട്ടിക്ക് മോശമായി പോവുകയും ചെയ്തു എന്ന് പറയുകയുണ്ടായല്ലോ. അന്നത് ജയ്ക്ക് അറിയാത്തതുകൊണ്ടാണോ? അപ്പൊ ഞങ്ങൾ ഒഴിവാക്കിയ ഒരാളെ അഴിമതിക്കാരനാണ് അല്ലെങ്കിൽ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ ബാങ്കിൽ നടത്തുന്നെന്ന് പറഞ്ഞ് മാറ്റിയ ആളെയാണ് CPM മത്സരിപ്പിച്ചത് പാനൽ, ഒരാളെയല്ല. മറ്റു കാരണങ്ങളും ഉണ്ട് എന്നാണ് താങ്കൾ സൂചിപ്പിക്കുന്നത്. ഏതായാലും അതിലേക്കൊക്കെ നമുക്ക് വിശദമായിട്ട് വരാം. ജയ്ക്കിന്റെ മറുപടിയും അതിൽ കിട്ടേണ്ടതുണ്ട്. നമുക്ക് ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം അതിലേക്കെല്ലാം വരാം. സ്പെഷ്യൽ എഡിഷൻ തുടരുകയാണ്. ശ്രീ ജയ്ക്ക് ടി തോമസിലേക്കാണ്. ജയ്ക്ക് ഷംസാദ് മരക്കാർ പറഞ്ഞത് കേട്ട് കാണും. അതോടൊപ്പം തന്നെ ചോദിക്കാനുള്ള മറ്റൊരു ചോദ്യം, ഇത് വയനാട് മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതാണോ? കാരണം ഇവിടെ 2 മരണം സംഭവിച്ചു, അതുകൊണ്ട് തന്നെ വിഷയം വളരെ വലുത് തന്നെയാണ്. പക്ഷേ മറ്റ് സഹകരണ ബാങ്കുകളിലൊക്കെ ഇത്തരത്തിലുള്ള വിഷയം നിൽക്കുന്നു എന്നുള്ളത് നമുക്ക് അറിയാം. അതുകൂടി CPMന് കൂടി ഉത്തരവാദിത്തം ഇക്കാര്യത്തിൽ ഇല്ലേ? കോൺഗ്രസ് നേതാക്കന്മാർ ഏതാണ്ട് 1.25 കോടി 7 പേർക്ക് ജോലി കൊടുക്കാമെന്ന് പറഞ്ഞ് പറ്റിച്ച് വാങ്ങിച്ചിട്ട് കോൺഗ്രസ് നേതാവായ ജില്ലാ ട്രഷറർ തന്നെ അദ്ദേഹത്തിന്റെ മകനും ആത്മഹത്യ ചെയ്തതിൽ CPIന് ഉത്തരവാദിത്വമുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ എന്തു പറയാനാണ്? ഇരിക്കട്ടെ, അതിൽ ഉത്തരവാദിത്വമുണ്ടോ അല്ലല്ല ജയ്ക്ക് അതിന് തിരിച്ചു മാറ്റരുത്. അതിൽ ഉത്തരവാദിത്വമുണ്ടോ ഇല്ലേ എന്നുള്ളതായിരുന്നില്ല എൻ്റെ ചോദ്യം. മറ്റ് പല ബാങ്കുകളിലും കരുവന്നൂർ അടക്കമുള്ള ബാങ്കുകളിലെ കാര്യം ജയ്ക്കിന് അറിയാവുന്നതല്ലേ? അതുകൂടി ഉദ്ദേശിച്ചായിരുന്നു എൻ്റെ ചോദ്യം. തീർച്ചയായിട്ടും സഹകരണ മേഖലയെ മൊത്തത്തിൽ ബാധിച്ചിട്ടുള്ള അഴിമതിയെ സംബന്ധിച്ച്, അതായത് ഏതാണ്ട് 1000കണക്കിന് വരുന്ന സംഘങ്ങൾ പ്രവർത്തിക്കുന്നതിൽ കേരള നിയമസഭാ രേഖ പ്രകാരം വായിച്ചിരുന്ന എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ 53 57 സംഘങ്ങളിലാണ് ആകെ പ്രതിസന്ധിയുള്ളത്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ അഴിമതി നടന്ന സംഘങ്ങൾ അതിൽ 38 മറ്റോ, അതിൽ ഭൂരിപക്ഷ സംഘങ്ങളും UDFൻ്റെതാണ്, പിന്നീട് BJPയുടേതാണ്, അങ്ങ് സൂചിപ്പിച്ച ഇടതുപക്ഷ നേതൃത്വമുള്ള വിരലിലെണ്ണാവുന്ന സംഘങ്ങളുമുണ്ട്. അതിനെ പൊതുവിലാണ് നമുക്ക് പരിശോധിക്കേണ്ടതെങ്കിലാവാം. പക്ഷേ ഈ പ്രസക്തമായ ചർച്ചയുടെ ഭാഗമായി ഞാൻ നിരവധി ചോദ്യങ്ങൾ എൻ്റെ മുമ്പത്തെ അവസരത്തിൽ ആദരണീയനായ കോൺഗ്രസ് പ്രതിനിധിയോട് ചോദിച്ചു. ഇത് നിങ്ങളുടെ പാർട്ടിക്കകത്ത് ഇതൊരു പുതിയ അനുഭവമാണോ? കേരളീയ മാധ്യമങ്ങൾ CPIMനെ സംബന്ധിച്ചും ഇടതുപക്ഷത്തെ സംബന്ധിച്ചും ചർച്ച ചെയ്യാൻ മെനക്കെടുന്നതിൻ്റെ 1000-1 നിങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്തിരുന്നെങ്കിൽ നിങ്ങളുടെയൊക്കെ സ്ഥാനം എവിടെയായി പോകുമായിരുന്നു? ഞാൻ അക്കമിട്ട് സൂചിപ്പിച്ചില്ലേ, ഇതിപ്പോൾ DCCയുടെ ട്രഷററായിട്ടുള്ള 78 വയസ്സുകാരനായ NM വിജയനും അദ്ദേഹത്തിന്റെ മകനും
ഇവർ തമ്മിൽ നടത്തിയ പുഴുത്തുനാറിയ അഴിമതി കോടികളെ സംബന്ധിച്ചുള്ള ചർച്ചയിൽ അവർ ബലിയാടായി. അവരെ കോൺഗ്രസ് തന്നെ കൊന്നുകളഞ്ഞു. ഇതിന് മുമ്പത്ര അനുഭവങ്ങൾ ഉണ്ടായി. മാടായി കോളേജിൽ കോഴിക്കോട് MP പോയിട്ട് കോൺഗ്രസ്സുകാരിൽ നിന്ന് മർദ്ദനത്തോളം നേരിടേണ്ട വരുന്ന തടച്ചിലും അനുഭവമുണ്ടായി. മാടായി കോളേജിലെ നിയമനത്തിന് വാങ്ങിച്ച കോടികളെ സംബന്ധിച്ച് എന്തുകൊണ്ട് കോൺഗ്രസ് പ്രതിനിധി അങ്ങ് മിണ്ടിയില്ല? കോഴിക്കോട് ചേവായൂർ ബാങ്കിൽ കോൺഗ്രസിന്റെ തന്നെ ബാങ്ക് ഭരണസമിതിക്കകത്ത് നടത്തിയ നിയമനങ്ങൾക്ക് വേണ്ടി കോടികൾ വാങ്ങണമെന്ന കോഴിക്കോട് MPയുടെ ആവശ്യത്തെ തുടർന്ന് ചേവായൂർ സർവീസ് സഹകരണ ബാങ്കിൽ കോൺഗ്രസിനുള്ളിൽ പൊട്ടിത്തെറി ഉണ്ടായതിനെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ എന്തുകൊണ്ട് കോൺഗ്രസ് പ്രതിനിധി അങ്ങ് മിണ്ടിയില്ല? വയനാട് തന്നെ അങ്ങയുടെ സതീർത്ഥ്യനും അങ്ങയുടെ നേതാവുമായിരുന്ന KK എബ്രഹാം ചെറിയ നേതാവായിരുന്നില്ലല്ലോ. ആങ്കർ ഓർമ്മിക്കുന്നില്ലേ? KPCCയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. പ്രതിപക്ഷ നേതാവിനെയും ഇപ്പൊ BJPക്ക് 270 കോടി രൂപ സംഭാവന ചെയ്തിട്ട് വയനാട് MP ആകാൻ വന്ന കുടുംബത്തെയും വിജയിപ്പിക്കാൻ നടന്ന KPCC ജനറൽ സെക്രട്ടറി KK എബ്രഹാം ജയിലിലായിരുന്നു. എങ്ങനെ ജയിലിലായി? ഇവരുടെ കൂടെ കൊടിപിടിച്ച് നടന്ന രാജേന്ദ്രൻ നായർ പുൽപ്പള്ളി സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് അയാളുടെ പേരിൽ വ്യാജ ലോൺ എടുത്തു. ആ പാവപ്പെട്ട 60 വയസ്സുകാരനായ മനുഷ്യൻ ആത്മഹത്യ ചെയ്തു. ആ കേസിൽ KPCCയുടെ ജനറൽ സെക്രട്ടറി ജയിലിലായി. ആ അഴിമതിയെക്കുറിച്ച് എന്തേ കോൺഗ്രസ് നേതാവെ മിണ്ടുന്നില്ല? KPCCയുടെ ട്രഷറർ ചെറിയ നേതാവായിരുന്നില്ലല്ലോ പ്രതാപചന്ദ്രൻ. അദ്ദേഹം മരണപ്പെട്ടപ്പോൾ 2023 കുടുംബം പരാതി കൊടുത്തില്ലേ? ഞങ്ങളുടെ പിതാവിന്റെ മരണത്തിനകത്ത് കോൺഗ്രസിന്റെ ഈ സംഘത്തിന്റെ ഇടപാടുകളും ഈ സംഘം ഉന്നയിച്ച ആരോപണങ്ങളും ഞങ്ങളുടെ പിതാവിനെ കൊന്നുകളയുന്നിടത്തോളം എത്തിച്ചതാണെന്ന് കോൺഗ്രസ് കുടുംബാംഗങ്ങൾ പറഞ്ഞില്ലേ? എന്തേ നിങ്ങൾ മിണ്ടിയില്ല? ഈ 4-5 സംഭവവികാസങ്ങൾ കോൺഗ്രസിനുള്ളിൽ തന്നെ കൂടെ കൊടിപിടിക്കുന്നവന്മാർ കൂടെയുള്ള കോൺഗ്രസ് നേതാക്കന്മാരെ ഒറ്റുകൊടുത്ത് കോടികൾ അഴിമതിക്കാശ് നാറിയ നിലയിൽ കൈപ്പറ്റിയ കഥകളാണ്. അതേ തുടർന്ന് ചത്തൊടുങ്ങിയത് അത്രയും കോൺഗ്രസ് ആണ്. നിങ്ങളുടെ പാർട്ടിക്കകത്ത് നിങ്ങളുടെ നേതാക്കന്മാർ നടത്തിയ അഴിമതിയുടെ പേരിൽ സാധാരണക്കാരും അതിന്റെ താഴെ നിൽക്കുന്ന നേതാക്കന്മാരും ചത്തൊടുങ്ങുകയാണ്. ആ പുഴുത്തുനാറിയ അഴിമതി കേരളത്തിൽ നിലവിൽ മറ്റൊരു പാർട്ടിയിലുമില്ല, കോൺഗ്രസിലേ ഉള്ളൂ. ആ അഴിമതിയെക്കുറിച്ച് ചോദിക്കുമ്പോൾ എന്തേ അങ്ങ് മിണ്ടുന്നില്ല? അതാണ് എന്റെ ചോദ്യം. മറ്റു കാര്യങ്ങളല്ലല്ലോ പറയുന്നത്. കത്തിൽ സീലുണ്ടോ, അല്ലെ അന്വേഷണം നടക്കട്ടെ, MLAയുടെ പേരുണ്ടോ, സ്ഥലം വിറ്റതാണോ, അല്ലെങ്കിൽ ആത്മഹത്യയുടെ കാരണം മറ്റൊന്നാണോ? അതൊക്കെ കോൺഗ്രസ് അല്ലല്ലോ വിലയിരുത്തേണ്ടത്. KPCC മാത്രം അന്വേഷിച്ചല്ലല്ലോ വിലയിരുത്തേണ്ടത്. ആ അന്വേഷണം ഇപ്പൊ കേരളത്തിന്റെ പോലീസിന്റെ കസ്റ്റഡിയിലേക്കാണ് വരുന്നത്, അല്ലെങ്കിൽ മറ്റ് അന്വേഷണ സംഘങ്ങളുടെ പരിധിയിലേക്കാണ് വരുന്നത്. അവർ അന്വേഷിച്ച് വിലയിരുത്തും. ഞാൻ ചോദിക്കുന്നത്, ലഭ്യമായ തെളിവുകൾ പ്രകാരം ഈ ഉദ്യോഗാർത്ഥികൾ ലക്ഷക്കണക്കിന് രൂപ എഴുതി കൊടുത്തതിനെ സംബന്ധിച്ചും അവർക്ക് ജോലി കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തതിനെ സംബന്ധിച്ചും KPCCയുടെ പ്രസിഡന്റിന് വയനാട്ടിലെ കോൺഗ്രസ് നേതാവും MLAയും തങ്ങളെ പറ്റിച്ചതിനെ സംബന്ധിച്ചും കത്തെഴുതിയതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അതിനെ സംബന്ധിച്ച് മിണ്ടാട്ടമില്ല. മാടായി കോളേജും ചേവായൂർ ബാങ്കും KPCC ട്രഷറുടെ ആത്മഹത്യയും KK എബ്രഹാമിന്റെ ജയിലിൽ പോക്കും രാജേന്ദ്രൻ നായർ എന്ന സാധാരണക്കാരനായ കോൺഗ്രസ്സുകാരൻ പുൽപ്പള്ളി ബാങ്കിലെ അഴിമതിയെ പ്രതിഷേധിച്ച് ആത്മഹത്യ ചെയ്തതും ഇപ്പോഴത്തെ NM വിജയന്റെയും മകന്റെയും ആത്മഹത്യയും അക്കമിട്ട എത്ര സംഭവവികാസങ്ങൾ സമീപത്തുണ്ടായി. ഈ കേരളത്തിൽ കോൺഗ്രസ്സുകാർക്ക് ലഭിക്കുന്ന പ്രിവിലേജ് ഇല്ലായിരുന്നെങ്കിൽ അങ്ങയുടെയൊക്കെ സ്ഥിതി എന്താകുമായിരുന്നു? ആട്ടുകാർ നിങ്ങളൊക്കെ അടിച്ചോടിക്കുമായിരുന്നില്ലേ? ഇതല്ലേ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ ജയിക്കിലേക്ക് തന്നെ തിരിച്ചു വരുന്നതാണ്. ആരോപണ വിധേയനായ ശ്രീ IC ബാലകൃഷ്ണൻ MLA കൂടി നമ്മോടൊപ്പം ഇപ്പോൾ ഫോൺ ചേരുകയാണ്. ശ്രീ IC ബാലകൃഷ്ണൻ, CPM വളരെ വലിയൊരു ആരോപണമാണ് താങ്കൾക്കെതിരെ ഉന്നയിക്കുന്നത്. ഈ 2 മരണങ്ങൾക്ക് താങ്കളും ഉത്തരവാദിയാണ് എന്നുള്ള ആരോപണമാണ്. അവർ വെറുതെ ഉന്നയിക്കുന്നതല്ല, ഒരു കരാറിൻ്റെ കോപ്പി അവർ ഹാജരാക്കിയിട്ടുണ്ട്. ആ കോപ്പിയിൽ വളരെ കൃത്യമായി താങ്കളുടെ പേര് സൂചിപ്പിക്കുന്നു. താങ്കളാണ് ഈ 30 ലക്ഷം രൂപ വാങ്ങിയത് എന്നാണ് ആ കരാറിൽ സൂചിപ്പിക്കുന്നത്. അങ്ങനെ ഒരു കരാർ ഉണ്ടായിരുന്നോ? അങ്ങനെയെങ്കിൽ എന്തിനാണ് ഇത്തരത്തിലൊരു കരാർ താങ്കൾ ഏർപ്പെട്ടത്? ഇതിൽ എന്ത് ഉത്തരവാദിത്തമാണ് താങ്കൾക്കുള്ളത്? യാദൃശ്യമായി ഈ കരാറുകളൊക്കെ സ്വാഭാവികമായി എല്ലാ മേഖലകളിലും ഉണ്ടാകാറുണ്ട്. ആരുടെയും പേര് ആർക്കു വേണമെങ്കിലും കരാറിൽ എഴുതി വെക്കാം. ഈ കരാറുമായി ബന്ധപ്പെട്ട് യാതൊരു പങ്കും എന്നെ സംബന്ധിച്ച് ഇല്ല. ഈ കരാർ ഒരു കരാറുകാരുമായിട്ടുള്ള പങ്കുമില്ല. ഇത് വ്യാജ ഡോക്യുമെന്റ് ആണ് എന്ന് നേരത്തെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞിരുന്നു. ഞാൻ പറയട്ടെ, അമ്പലവയൽ ഗ്രാമപഞ്ചായത്ത് കുമ്പളേരി എന്ന് പറയുന്ന പീറ്റർ മാഷ്, അദ്ദേഹത്തെ അടുത്ത് 2 നേതാക്കൾ, കോൺഗ്രസിന്റെ 2 നേതാക്കൾ പോയി എഗ്രിമെന്റ് ഉണ്ടാക്കി. അദ്ദേഹം എഗ്രിമെന്റ് ഒപ്പിട്ട് കൊടുത്തു. അദ്ദേഹം ആ കരാറുമായി ബന്ധപ്പെട്ട് IC ബാലകൃഷ്ണന്റെ പേരുണ്ടോ, ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് എന്നെ വിളിച്ച് ചോദിക്കാത്തത്? പണം ചോദിക്കാൻ പോകുന്നവരെന്റെ പേര് പറയില്ല, പണം കൊടുക്കുന്നവരെന്റെ പേര് പറയണ്ടേ? 2019 നടന്നത്.
2019, 20, 21, 22, 23, 24 6 വർഷം കഴിഞ്ഞു. ഈ കരാർ ഇപ്പോഴാണോ നമ്മുടെ മുന്നിൽ എത്തേണ്ടത്? ഒരു ഉദ്യോഗാർത്ഥി പണം കൊടുത്ത് 30 ലക്ഷം രൂപയോളം കൊടുത്തിട്ട് 6 വർഷമായി ജോലി ലഭിക്കാതിരിക്കുമ്പോൾ ഈ കാര്യങ്ങൾ ഞാൻ ഉൾപ്പെടെയുള്ള MLA-മാർ ഇവിടെ ഉണ്ട്. 6 വർഷമായിട്ട് നിങ്ങൾ പേര് ഫംഗ്ഷൻ ചെയ്ത എഗ്രിമെന്റ് നടപ്പാക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് എന്റെ പഞ്ചായത്തിന്റെ തൊട്ടടുത്ത് താമസിക്കുന്ന പീറ്റർ മാഷ്ക്ക് എന്നെ വന്ന് കാണാമായിരുന്നല്ലോ, സംസാരിക്കാമായിരുന്നല്ലോ. ഇത് അവസാനം വിജയേട്ടൻ ആത്മഹത്യ ചെയ്തതിന്റെ പേരില് വളരെ പെട്ടെന്ന് ഈ ആത്മഹത്യക്ക് കാരണം ഈ എഗ്രിമെന്റ് ആണെന്ന് പറഞ്ഞ് ചാനലുകള് അത് പ്രക്ഷേപണം ചെയ്യുക, അത് സോഷ്യൽ മീഡിയകൾ ഏറ്റെടുക്കുക. അതാണോ ശരി? 2 കാര്യങ്ങളില്ലേ. ഒന്ന്, ഒരു കരാറിൽ എത്ര വ്യക്തികളാണ് ഒപ്പിടുന്നത് അവരുമായി അറിയണം. ആരൊക്കെ പേര് അതിൻ്റെ അകത്ത് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട് അവരൊക്കെ അറിയണം. ഈ നടപടി പാലിച്ചിട്ടുണ്ടോ എന്ന് പീറ്റർ മാഷ് പറയട്ടെ. ശ്രീ IC ബാലകൃഷ്ണൻ, ഇത് ഒരു വളരെ വാലിഡായ ഡോക്യുമെൻ്റ് ആണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഒരു നിയമനത്തിന് വേണ്ടിയുള്ള കോളയുടെ പേരിലുള്ള ഉറപ്പിന് വേണ്ടി മാത്രം നൽകുന്ന ഒരു ഡോക്യുമെൻ്റ് മാത്രമാണിത്. അദ്ദേഹം ഒരുപക്ഷെ ശ്രീ NM വിജയനെ വിശ്വസിച്ച് കാണാം, IC ബാലകൃഷ്ണനോട് സംസാരിക്കേണ്ടതില്ല എന്ന് അദ്ദേഹം ഒരുപക്ഷെ പറഞ്ഞു കാണാം. അങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ടല്ലോ. ഈ കരാർ എന്ന് പറയുന്ന ഈ ഡോക്യുമെൻ്റ് വ്യാജമാണോ അല്ലയോ? സത്യത്തിൽ എന്റെ പേര് അതിൻ്റെ അകത്ത് ആഡ് ചെയ്തത് വ്യാജേനാണ്. ഞാൻ പോലും അറിയാത്ത കാര്യം എന്നോട് പറയണ്ടേ? താങ്കളോട് പറയാതെ താങ്കളുടെ പേര് എഴുതി ചേർത്തു എന്നുള്ളത് മാത്രമാണ് താങ്കൾ അതിൽ കാണുന്ന തെറ്റ്. അതാണ് നിയമപരമായിട്ട് അന്വേഷിക്കേണ്ടത്. യെസ്, ഏതായാലും അന്വേഷണം നടക്കട്ടെ. ജയിക്കിലേക്ക് തന്നെ പോവുകയാണ്. ജയിക്ക്, താങ്കൾ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് ഈ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ IC ബാലകൃഷ്ണന് ഈ വിഷയത്തിൽ ഈ കരാറിൻ്റെ പേരിൽ ബന്ധമുണ്ട് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അല്ല, അദ്ദേഹം എന്താണ് അവകാശപ്പെടുന്നത്? ഇപ്പം ഞാൻ ലളിതമായ ഒരൊറ്റ ഉദാഹരണം പറഞ്ഞ് അങ്ങയുടെ ചോദ്യത്തിലേക്ക് വരാം. അതായത് മുമ്പ് ദേശാഭിമാനിയുടെ ഭാഗമായിരുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ ഇപ്പം ജനശക്തി വാരിക നടത്തുകയാണ്. അദ്ദേഹം അല്പമാസങ്ങൾക്ക് പുറകിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതി വെച്ചു. അതായത് കൈതോലപ്പായയിൽ എത്രയോ ലക്ഷക്കണക്കിന് രൂപ കേരളത്തിന്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയും CPI-യും അഴിമതി പണം എന്നതുപോലെ സ്വന്തം കാര്യത്തിന് വേണ്ടി വിനിയോഗിച്ചു. ഞാൻ മനസ്സിലാക്കുന്നു ഈ ബഹുമാനിയനായ MLA ഉൾപ്പെടെയുള്ള സംഘം അതിന്റെ പേരിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും അന്ന് ഇദ്ദേഹം തെളിവ് ചോദിച്ചിട്ടില്ല, എവിടെ രേഖയെന്ന് പറഞ്ഞിട്ടില്ല. ഇത് അഴിമതിക്കാശാണ്, അഴിമതിക്കാശ് കൊടുത്തതിന് എവിടെ രേഖ എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ ചർച്ച. അത് തന്നെ എത്ര പരിഹാസ്യമാണെന്ന് ജനാധിപത്യ ബോധമുള്ള ആളുകൾ ചിന്തിക്കണം. കൈക്കൂലി കൊടുക്കുന്നതിന് ആരെങ്കിലും രേഖ ഉണ്ടാക്കി വെച്ചിട്ടാണ് കൈക്കൂലി കൊടുക്കുക? നമുക്കൊക്കെ വില്ലേജ് ഓഫീസ് മുതൽ എത്രയെത്രയോ അനുഭവങ്ങൾ കേട്ടും അറിഞ്ഞും നമുക്ക് ധാരണയുണ്ട്. അപ്പോൾ ബഹുമാനിയനായ MLA നമ്മളെക്കാളൊക്കെ അനുഭവ സമ്പത്തുള്ള ജനകീയ വിഷയങ്ങളിൽ കൂടുതൽ ഇടപെടുന്നു എന്ന് കരുതപ്പെടേണ്ടയാൾ ഞാൻ കൈക്കൂലി വാങ്ങി എന്ന് എവിടെയാണ് രേഖ എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. ആ ചോദ്യം പരിഹാസ്യമാണോ, സാമാന്യ യുക്തിയെ വെല്ലുവിളിക്കുന്നതാണോ? നമ്മുടെ പ്രേക്ഷകർ വിലയിരുത്തട്ടെ. ഞാൻ ചോദിച്ചു വന്നത് ഇത്രയേ ഉള്ളൂ. അപ്പോഴൊരു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പേരിൽ നമ്മുടെ നാട്ടിൽ മുഖ്യമന്ത്രിയെയും സംഘത്തെയും രാജിവെപ്പിക്കാൻ നടന്നതാണ് ഇവരൊക്കെ. അതേ സംഘത്തിന്റെ നേതാവ് അല്പ ദിവസങ്ങൾക്ക് പുറകിൽ പറഞ്ഞു, ഇദ്ദേഹത്തിന്റെ മുതിർന്ന നേതാവായ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് പ്രക്ഷുബ്ധമായ അദ്ദേഹത്തിന്റെ സംയമന ഭാവത്തെക്കുറിച്ച് ഒരു ലക്കം പ്രസിദ്ധീകരിച്ചു ജനശക്തിയിൽ. ആ ലക്കം പ്രസിദ്ധീകരിച്ചപ്പോൾ ഈ MLA അല്ല, അദ്ദേഹത്തിന്റെ മുതിർന്ന നേതാവായ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, നിംസ് ആശുപത്രിയുടെ എത്രയോ ലക്ഷത്തിന്റെ പരസ്യം താങ്കൾക്ക് വാങ്ങിച്ചു തരാം. അദ്ദേഹം വീണ്ടും ഒരു പോസ്റ്റ് ഇട്ടു. പക്ഷെ ആ പോസ്റ്റ് നമ്മുടെ നാട്ടിൽ ആർക്കും ചർച്ചയല്ല. കാരണം എന്താ? അത് പ്രതിപക്ഷ നേതാവ് നടത്തിയ അഴിമതിയെക്കുറിച്ചാണ്, അദ്ദേഹത്തിന്റെ സ്റ്റാഫ് നടത്തിയ അഴിമതിയെക്കുറിച്ചാണ്. ഒരേ ആള് 2 പ്രതികരണം നടത്തുമ്പോൾ അത് പിണറായിക്കെതിരെയാണെങ്കിൽ ചർച്ചയാവുകയും പ്രതിപക്ഷ നേതാവ് സതീശൻ കാശ് മുക്കി എന്നതാകുമ്പോൾ ചർച്ചയാകാതിരിക്കുകയും ചെയ്യുന്നത് എങ്ങനെയാണ്? അതേപോലെയാണ് രേഖയെ സംബന്ധിച്ച് ബഹുമാനിയനായ MLA ചോദിക്കുന്നത്, എന്റെ പേര് രേഖയിലുണ്ടെന്നുള്ളതിന് എന്താണ് തെളിവ്? ഞാൻ കൈക്കൂലി വാങ്ങി എന്നുള്ളതിന്റെ ആധികാരികവും ശാസ്ത്രീയവുമായ തെളിവ് എവിടെ?
ഞാൻ മനസ്സിലാക്കുന്നത് കൈക്കൂലി കൊടുക്കുമ്പോൾ ആരെങ്കിലും, അഴിമതി നടത്തുമ്പോൾ ആരെങ്കിലും ശാസ്ത്രീയവും ആധികാരികവുമായ തെളിവ് വെച്ചിട്ടാണോ ഇതൊക്കെ കൊടുക്കാറുള്ളത്? ഏതായാലും അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസിന് തെളിവുകൾ തന്നെ വേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ശ്രീ എ സജീവൻ, ഇങ്ങനെയാണോ ഈ കോൺഗ്രസ്സുകാർ അഴിമതി കാണിച്ചാൽ അത് വാർത്തയാവാതിരിക്കുകയും അല്ലെങ്കിൽ അത് ആരോപണത്തിന് ഒരു മൂർച്ചയുമില്ലാതിരിക്കുകയും CPM-കാർ ചെയ്താൽ മാത്രം മൂർച്ചയുണ്ടാവുകയും വാർത്തയാവുകയും ചെയ്യുക എന്നുള്ളൊരവസ്ഥ കേരളത്തിലുണ്ടോ? പ്രത്യേകിച്ചും സോളാർ കേസൊക്കെ നമ്മുടെ മുന്നിലുണ്ടല്ലോ. തീർച്ചയായിട്ടും താങ്കൾ പറഞ്ഞ സോളാർ ഉൾപ്പെടെയുള്ള കേസുകൾ, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇടുക്കിയിൽ സാബു എന്ന് പറയുന്ന ഒരു നിക്ഷേപകൻ കാശ് കൊടുത്തിട്ട് അവസാനം ബാങ്കിന് മുമ്പിൽ, ഇത്രയും കാര്യങ്ങളൊക്കെ വാർത്തയാവുന്നുണ്ട്. ഇവിടെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ചെയ്യേണ്ടത് കൃത്യമായ അന്വേഷണം. അത് ആരോപണ വിധേയനായ വ്യക്തി ഏത് പാർട്ടിയുടെ ആളായാലും ആ പാർട്ടിക്കാർ ചെയ്യേണ്ടത് അയാളെ സംരക്ഷിക്കുന്ന രൂപത്തിൽ ന്യായീകരണങ്ങൾ കണ്ടെത്തുകയല്ല. ഇവിടെ പോലിപ്പോൾ നോക്കൂ, IC ബാലകൃഷ്ണൻ പറഞ്ഞൊരു കാര്യം. IC ബാലകൃഷ്ണൻ പറഞ്ഞ താങ്കൾ ചോദിച്ചു ഇത് വ്യാജ രേഖയാണോ, ഈ പറയുന്ന എഗ്രിമെൻ്റ് എന്ന് പറയുന്നത് വ്യാജരേഖയാണോ എന്ന് വെച്ചാൽ IC ബാലകൃഷ്ണൻ അത് വ്യാജരേഖയാണെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ പേര് വ്യാജമായി ഉൾപ്പെടുത്തിയെന്ന് പറഞ്ഞു. അതെങ്ങനെയാണ്? 2 പേരാണ് എഗ്രിമെൻ്റ്, ഒന്ന് വിജയനും രണ്ടാമത് പീറ്ററും. ഇതിൽ പീറ്ററിലല്ലോ എഴുതുക. എഗ്രിമെൻ്റ് എഴുതുന്നതിൽ വിജയൻ്റെ പേപ്പർ, വിജയൻ എന്ന് പറയുന്ന മരിച്ചിട്ടുള്ള വ്യക്തി IC ബാലകൃഷ്ണൻ്റെ പേര് വ്യാജമായി ചേർത്തു എന്നാണോ IC ബാലകൃഷ്ണൻ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ അത് പറയണം. ഇത് പക്ഷേ ഇത്തരത്തിലുണ്ടാകുമ്പോൾ കൃത്യമായ അന്വേഷണം നടക്കേണ്ട സ്ഥാനത്ത് ന്യായീകരണ തൊഴിലാളികളായിട്ട് ഏത് പാർട്ടിയുടെ ആളുകളായാലും വന്നാൽ ഈ സഹകരണ മേഖലയിൽ ഇപ്പോൾ കുറേ കാലമായിട്ട് നടക്കുന്ന അഴിമതി പല കാര്യങ്ങളുണ്ട്. ഒന്ന്, അനാവശ്യമായ നിയമനങ്ങൾ കൊടുക്കുന്നത്. രണ്ടാമത്തേത്, നിക്ഷേപകരുടെ പേരിലുള്ള തട്ടിപ്പ് നടക്കുന്നത്. ഒരു നിക്ഷേപകൻ കൊടുക്കുന്ന ആ കാശ് തട്ടിപ്പ് നടത്തുന്നത്. രണ്ടാമത്തേത്, വായ്പ എടുത്ത ആളുടെ പേരിൽ ആ രേഖ ഉപയോഗിച്ചിട്ട് നടത്തുന്ന തട്ടിപ്പ്. അതൊക്കെയാണ് നമ്മൾ പല സ്ഥലങ്ങളിലും കാണുന്നത്. ഇങ്ങനെയുള്ള പല അഴിമതികൾ നടക്കുമ്പോൾ നമ്മൾ അതിനെയൊക്കെ ഞങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ആളുകളാണോ ചെയ്തതെന്ന് വെച്ചിട്ട് അത് ന്യായീകരിക്കുക അല്ലെങ്കിൽ എതിർക്കുക എന്ന് പറയുന്ന രീതി. ഒന്നാമത്തെ കാര്യം, കേന്ദ്രം ഇപ്പോൾ സഹകരണ മേഖലയെ കൃത്യമായിട്ടും കടിഞ്ഞാണിടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ആ പോകുന്ന തോണിക്കൊരു ഉന്താണ് ഇവരെല്ലാവരും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ അഴിമതികൾ ഒരിക്കൽ പോലും പുറത്തു വരാത്തൊരവസ്ഥയിലേക്കാകും ഈ സമയക്കുറവുണ്ട്. ഞാൻ ഷംസാദിലേക്ക് കൂടി ഒന്നുകൂടി പോവുകയാണ്. ഷംസാദ്, CPM നാളെ MLA ഓഫീസിലേക്ക് മാർച്ചുമായി വരികയാണ്. അവർ ഏതായാലും ഈ വിഷയം വളരെ ശക്തമായി തന്നെ ഉന്നയിക്കാനും പ്രതിഷേധിക്കാനും തന്നെയാണ് CPM-ൻ്റെ തീരുമാനം. താങ്കൾ നേരത്തെ സൂചിപ്പിച്ച ഒരു ഇൻറ്റേർണൽ എൻക്വയറിയുടെ കാര്യം പറഞ്ഞു. താങ്കളുടെ പാർട്ടിയുടെ ആഭ്യന്തര അന്വേഷണത്തിൽ NM വിജയൻ്റെയും മകൻ്റെയും മരണത്തിന് പിന്നിൽ എന്താണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ടോ? ഇല്ല, ഇന്റർണൽ അന്വേഷണം പ്രാഥമികമായി നമ്മുടെ നേതാക്കന്മാരിൽ നിന്നും പ്രവർത്തകരിൽ നിന്നൊക്കെ ചില വിവരങ്ങൾ ചോദിച്ചറിഞ്ഞിട്ടേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഫൈനലായി എത്തിയിട്ടൊന്നുമില്ല. അത് നമ്മൾ നാളെയും നമ്മുടെ മീറ്റിങ്ങുകളുണ്ട്. നമ്മൾ അതിനുശേഷം അത് ഞാനൊരു അഭിപ്രായം പറയുന്നത് ശരിയല്ല, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ പറയുമായിരിക്കും, നമ്മൾ കണ്ടെത്തും. നമ്മളത് വിട്ടേക്കൂ, നിങ്ങൾ പോലീസ് അന്വേഷിക്കൂ സമഗ്രമായി. എല്ലാ കാര്യങ്ങളും അതിനകത്ത് ഉൾപ്പെടട്ടെ. എല്ലാ കാര്യങ്ങളും ഞാൻ വീണ്ടും പറഞ്ഞു, ഞാൻ ഒരാളെയും കോർണർ ചെയ്യപ്പെടുകയല്ല. ശ്രീ സജീവൻ അടക്കമുള്ള ആളുകൾ നേരത്തെ ഞാൻ ഒരാളെ കോർണർ ഇതുപോലെ സംസാരിച്ചുകൊണ്ട് പറയുകയാണ്, കോർണർ ചെയ്യല്ല. നിങ്ങളെല്ലാം അന്വേഷിക്കുകയില്ലാതെ. ഞാൻ തുടക്കത്തിൽ നൗഫലിനോട് പറഞ്ഞു, ഇതിനകത്ത് ഈ മുദ്രപത്രത്തിന്റെ ഒപ്പിട്ട 2 പേരിൽ ഒരാൾ മാത്രമേ ഇനി ഇവിടെ ഉള്ളൂ, പീറ്റർ ഏട്ടനാണ് ഉള്ളത്. പീറ്റർ മാഷി സത്യം പറയട്ടെ, ആ സമയത്ത് ആരൊക്കെ ഉണ്ടായിരുന്നു, എവിടെ നിന്നാണ് ഇത് ഒപ്പിട്ടത്, എങ്ങനെയാണ് IC ബാലകൃഷ്ണൻ MLA-യുടെ പേര് വന്നതെന്നൊക്കെ അത് അദ്ദേഹം വ്യക്തമാക്കട്ടെ, നമുക്കത് അന്വേഷിക്കാം. ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ അതിന്റെ ഒറിജിനൽ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് വെരിഫൈ ചെയ്യൂ എന്നുള്ളത് സുതാര്യമായി പറഞ്ഞതാണ്. പിന്നെ ജെയ്ക്സി തോമസ് ഇവിടെ വലിയ ആധികാരികമായ വലിയ പ്രസംഗമൊക്കെ നടത്തി. ഇവിടെ ഞാൻ ജെയ്ക്സി തോമസിനോട് ചോദിച്ചത്, ഞങ്ങൾ കുഴപ്പക്കാരനാണ് എന്ന് കണ്ടെത്തി പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്ത ആളെ CPM-ന്റെ പാനലിൽ നിർത്തിക്കൊണ്ട് അർബൻ ബാങ്കിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ നിങ്ങൾക്ക് ഈ ആദർശ ശുദ്ധി വയനാട്ടിൽ ഉണ്ടായിരുന്നില്ല. നിങ്ങളുടെ ജില്ലാ സമ്മേളനത്തിന്റെ വേദിക്കരികിലേക്ക് ഞങ്ങളുടെ പണം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ബ്രഹ്മഗിരിയിലേക്ക് പണം നിക്ഷേപിച്ച ലക്ഷക്കണക്കിന് രൂപ നഷ്ടപ്പെട്ട സാധാരണ ആളുകൾ, പിന്നെ കോഴിക്കുഞ്ഞ് വളർത്താനും കൂട് വളർത്താനും തീറ്റ കൊടുക്കാനും ലോൺ എടുത്ത് കഷ്ടപ്പെട്ട് നഷ്ടപ്പെട്ട പണത്തിന് ആദ്യ തേടിക്കൊണ്ട് നിങ്ങളുടെ സംസ്ഥാന നേതൃത്വത്തിന് മുമ്പിൽ വന്നു നിന്ന ഇവിടുത്തെ വീട്ടമ്മമാരെ കുറിച്ചുകൂടി ജയിക്കുമെന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. നിങ്ങളുടെ CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ അവർ പോയിട്ടുണ്ട്, സംസ്ഥാന സെക്രട്ടറിയെ കണ്ടിട്ടുണ്ട്, നിങ്ങളുടെ ജില്ലാ സമ്മേളനത്തിൽ അത് ചർച്ചയായിട്ടുണ്ട്. ഇപ്പൊ സഹകരണ മേഖലയിൽ വയനാട്ടിൽ CPM-ന്റെ ഇടപെടൽ എന്താണെന്നറിയാം. പിന്നെ നൗഫൽ ചോദിച്ചതുപോലെ സമരമുണ്ട് എന്നുള്ളതാണ്. നൗഫൽ, ഇത് ആദ്യത്തെ കത്തല്ല.
ഇതിനു മുമ്പ് 2 കത്ത് ഇതുപോലെ പുറത്തു വന്നിരുന്നു. 2020-ലും 2023-ലും. ഈ 2 കത്തിന്റെയും പേര് ഓരോ വ്യക്തികളുടെ പേരിലായിരുന്നു. ആ വ്യക്തികൾ ഈ കത്ത് പുറത്തു വന്ന ഉടനെ അവര് തന്നെ പത്രസമ്മേളനം വിളിച്ച് അവര് തന്നെ ശംസാദ് മരക്കാർ, നമുക്ക് സമയക്കുറവുണ്ട്. താങ്കൾ നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങൾ വീണ്ടും ആവർത്തിച്ചിട്ടുണ്ട്. ജയ്ക്കിലേക്ക് ഒരു 30 സെക്കൻഡ് കൂടി നമുക്ക് അവശേഷിക്കുന്നുള്ളൂ. ജയ്ക്ക് അത് പറഞ്ഞൊന്ന് അവസാനിപ്പിക്കാം. തീർച്ചയായിട്ടും ഒരു സംശയവും വേണ്ടതില്ല. സഹകരണ മേഖലയിൽ കേരളം രാജ്യത്തിന് മാതൃകയാകുന്ന ബദൽ ഉയർത്തിയിട്ടുള്ളതാണ്. ആ സഹകരണ മേഖലയെ സംരക്ഷിക്കാൻ നമ്മളെല്ലാവരും, അതായത് രാഷ്ട്രീയ പതാകകളുടെ വ്യത്യാസങ്ങൾക്ക് അതീതമായി നമ്മളെല്ലാവരും പ്രതിജ്ഞാബദ്ധരാണ്. കർശനമായ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ്, മുഖം നോക്കാതെ കർശനമായ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ മുമ്പോട്ടേക്ക് പോകേണ്ടത്. പക്ഷേ അവിടെയാണ് ബഹുമാനായ സഹപാനലിസ്റ്റ് സൂചിപ്പിച്ച സമീപനം. സഹകരണ മേഖലയിൽ ചെറുതെങ്കിലും ഉണ്ടായിട്ടുള്ള പുഴുക്കുത്തുകളോട് ഇടതുപക്ഷം സ്വീകരിക്കുന്ന സമീപനമാണോ UDF സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്? ഞാൻ എണ്ണിപ്പറഞ്ഞ് സൂചിപ്പിച്ചല്ലോ. ഈ വയനാട് ജില്ലയിൽ ആത്മഹത്യ ചെയ്യപ്പെട്ട കർഷകന്റെ പേരിൽ ജയിലിൽ പോകേണ്ട വന്ന KPCC സെക്രട്ടറിയെ എന്തു ചെയ്തു ഇവർ? അവരെ മാലയിട്ട് സ്വീകരിച്ചില്ലേ? ആ സമീപനം ഞാൻ പറഞ്ഞല്ലോ, കോൺഗ്രസിൽ നിന്ന് പുറത്തുപോക്കിയ സണ്ണി വക്കീല് നിങ്ങൾ മത്സരിപ്പിച്ച് നല്ല നിലപാടാണോ? നിങ്ങളുടെ DYFIയിൽ ഉണ്ടായിരുന്ന റോണി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഈ ബാങ്കിനെതിരെ സമരം നടത്തി. നിങ്ങളുടെ പാർട്ടിക്കുള്ളിൽ നടത്തിയ അഴിമതിയെ സംബന്ധിച്ച് ഞങ്ങളോട് ചോദിച്ചിട്ട് എന്ത് കാര്യം? നിങ്ങളുടെ പാർട്ടിക്കകത്ത് ഇതേപോലെ പലരെയും ബലിയാടാക്കിയിട്ടുണ്ടാകും, ആത്മഹത്യയുടെ വക്കീലെത്തിയിട്ടുണ്ടാകും, മറ്റെത്ര അഴിമതികൾ പുറത്തു വന്നു. യെസ്, ഏതായാലും നമുക്ക് സമയക്കുറവുണ്ട്. പരസ്പരം ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ചില ചോദ്യങ്ങൾക്ക് ഉത്തരം രണ്ട് ഭാഗത്തുനിന്നും വരാത്തതും ഉണ്ട്. ഏതായാലും നമ്മൾ ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ്. 2 മനുഷ്യരാണ് മരിച്ചത്. എന്തായാലും ആ മരണത്തിന് പിന്നിലെ കാരണം കണ്ടെത്തേണ്ടതുണ്ട്. പോലീസ് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്പെഷ്യൽ എഡിഷൻ ഇവിടെ പൂർത്തിയാകുന്നു. വളരെ നന്ദി ശ്രീ ശംസാദ് മരക്കാർ, ജയ്ക്ക് സി തോമസ്, എ സജീവൻ.